ഇതേ ഉള്ളൂ. ഷിലു ചേച്ചി. Good afternoon. Good afternoon, ma'am. Good afternoon, Miss. Good afternoon, miss. Good afternoon. Prayer എല്ലാം കഴിഞ്ഞു. Good afternoon. Prayer എല്ലാം കഴിഞ്ഞു. Okay, please. Yes. ആരുമില്ലേ പ്രേയറിന്? ഞാൻ പറയാം. Okay. ആലംബയാലുവായി കാശിന്യശാലിയായി വാഴും ഈശ്വരൻ തിരുനാമത്തിൽ വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖിലലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയോ പരമകാരുണ്യവാൻ കരുണാനിധി പറയും ദിവസത്തിൻ ഏകാധിപനെ നിയതമാരാധിപ്പോ ഞങ്ങളെ മാത്രം സതതം സഹായമായി തീർപ്പതും തിരുമുന്നിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ അനുഗ്രഹ പാത്രമായോർത്തൻ മാർഗത്തിൽ അങ്ങേ കോപിക്കപ്പെട്ടോരുടെ വഴിയിൽ സന്മാർഗ ദൃഷ്ടർത്തൻ വഴിയിലുമല്ല ആനന്ദയാലുവായി കാശിന്യശാലിയായി വാഴുന്നോരീശ്വര തിരുനാമത്തിൽ. Good afternoon, respected facilitator and my dear friends. A warm welcome to today's session. It's wonderful to see everyone signed in with so much energy. Let's make today's learning a great experience together. Welcome to the class. ഇന്ന് ജൂലൈ 16 ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. 1969 ജൂലൈ 16 മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ച അപ്പോളോ 11 പേടകം വിക്ഷേപിച്ചത്. ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് മനുഷ്യൻ ചന്ദ്രനിലേക്ക് യാത്ര തിരിച്ച ദിനം. ഓർക്കുക, നമ്മുടെ ലക്ഷ്യങ്ങൾ എത്ര വലുതാണെങ്കിലും അതിലേക്ക് ആദ്യ ചുവട് വെക്കാനുള്ള ധൈര്യം നമ്മൾ കാണിച്ചാൽ ഈ ആകാശവും നമുക്കൊരു അതിരല്ല. താങ്ക് യു. So, thank you so much. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കാര്യം ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തേക്കുമായിരുന്നു അല്ലേ ഇന്നലെ അല്ലേ? ഓക്കെ, അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനുള്ള ചാപ്റ്ററിൽ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? അതോ അത് മുഴുവൻ തീർന്നിട്ടാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, അതോ അതിന്റെ ഇടയ്ക്ക് എന്നാണോ? എനിക്കതൊരു ഓർമ്മ കിട്ടുന്നില്ല, അതുകൊണ്ടാണേ. മുഴുവൻ തീർന്നിട്ടില്ല ആണ്. അതിന്റെ ഇടയ്ക്ക് മാം പറഞ്ഞു തുടങ്ങി, കാരണം ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് പറയുന്നതിന് മുമ്പായിട്ടൊന്ന് പറഞ്ഞു തുടങ്ങിയതായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ്സുകളിലും അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ആയിരുന്നു എന്ന് എനിക്കൊരു സംശയം തോന്നി, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് സിഗ്മണ്ട് ഫ്രോയിഡിനെ പറ്റി ഒന്ന് സംസാരിച്ചതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം. ഫ്രോയിഡിനെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞു സിഗ്മണ്ട് ഫ്രോയിഡ്. പക്ഷേ പലർക്കും ഒരു റെഫറൻസ് തന്നെയാണ്. എത്രത്തോളം ക്രിട്ടിസൈസസ് അദ്ദേഹം നേരിട്ടിട്ടുണ്ടെങ്കിലും പല ആളുകൾക്കും ശരിക്കും ഒരു റെഫറൻസ് തന്നെയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. ഫ്രോയിഡിന്റെ മകളുടെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങളൊരു ചാപ്റ്ററിൽ ഡിഫൻസ് മെക്കാനിസം പഠിക്കും, അത് പാർട്ട് 2 തന്നെയാണ്. യെസ്, ഇപ്പൊ നമ്മൾ എടുക്കുന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ സബ്ജക്ട് സൈക്കോളജി പാർട്ടിലെ ഡിഫൻസ് മെക്കാനിസം എന്നൊരു ചാപ്റ്റർ വരുന്നുണ്ട്. 9th ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ട്. ടീച്ചർ എടുത്ത് തുടങ്ങിയോ? ഫസ്റ്റ് പാരഗ്രാഫ് എടുത്തു. യെസ്, അത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെയും അദ്ദേഹത്തിന്റെ മകൾ അന്ന ഫ്രോയിഡിന്റെയും കോൺട്രിബ്യൂഷൻസ് ആണ് ശരിക്കും ആ ഒരു ഡിഫൻസ് മെക്കാനിസം എന്നൊക്കെ പറയുന്നത്. ഫ്രോയിഡിന്റെ സ്റ്റേജിലേക്ക് നമുക്ക് പോവാം. 5 സ്റ്റേജസ് ആയിട്ടാണ് ഫ്രോയിഡ് കുട്ടികളുടെ
ഡെവലപ്മെന്റിനെ പറ്റി മുന്നോട്ട് വച്ചിരിക്കുന്നത്, പോസ്റ്റുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറൽ സ്റ്റേജ് ആണ്. മൗത്ത് ആണ് മെയിൻ ബോഡി ഓർഗൻ. അതില് ഓറൽ സ്റ്റേജ്, അതായത് ബർത്ത് തുടങ്ങി 1 വയസ്സ് വരെ. നമുക്ക് ബർത്ത് തുടങ്ങി 1 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു കുട്ടിയുടെ മെയിൻ ആക്ടിവിറ്റി നമുക്കറിയാം. പാല് കുടിക്കുന്നു, മോസ്റ്റ്ലി ബ്രസ്റ്റ് ഫീഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലുള്ള ഫീഡിങ് ആയിരിക്കും, അല്ലെ? 1 വയസ്സ് വരെ എന്നൊക്കെ പറയുമ്പോഴേക്കും അങ്ങനെ കടിച്ച് ചവച്ച് കഴിക്കാൻ പാകത്തിനൊന്നും കുട്ടി ആയിട്ടില്ല. ലിക്വിഡ് അല്ലെങ്കിൽ കുറച്ചൊരു 6 മന്ത് ഒക്കെ കഴിയുമ്പോഴേക്കും ഒരു സെമി ഫ്ലൂയിഡ് അങ്ങനത്തെ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ആയിരിക്കും കുട്ടിക്ക് കൊടുക്കുന്നത്. ഈ സമയത്തെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, ഫീഡിങ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിന് ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഓറൽ സ്റ്റേജ് ഇതിന് മൗത്ത് ആണ് മെയിൻ ആയിട്ടുള്ള ആ ഒരു ഓർഗൻ എന്ന് പറഞ്ഞു. സൈക്കോസെക്ഷൽ സ്റ്റേജ് എന്നാണ് ഈ ഫ്രോയിഡിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജിനെ പറഞ്ഞത്. ആ തിയറിക്ക് പറഞ്ഞ പേര് അതായത് ഇന്ററാക്ഷൻ, ഒരു കുട്ടിയുടെ ഇന്ററാക്ഷൻ മുഴുവൻ നടക്കുന്നത് ത്രൂ മൗത്ത് ആണ്. സംസാരിക്കാനൊന്നും തുടങ്ങിയിട്ടില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും, വായിൽ വെള്ളം വെച്ച് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി ചിലപ്പോൾ തുപ്പും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്, അല്ലെ? പിന്നെ ആളുകൾ സംസാരിക്കുമ്പോൾ അവരുടെ മൂവ്മെന്റിലേക്ക് തന്നെ നോക്കിയിരുന്നിട്ട് എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഈ മൗത്ത് വെച്ചിട്ട് ഒരു ആക്ഷൻ ഒക്കെ കുട്ടികളിൽ വരാറുണ്ട്. മൗത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു മെയിൻ ഇതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് മൗത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് ഈ ഓറൽ ആക്ടിവിറ്റീസ് ഇവർക്ക് വളരെയധികം പ്ലഷർ കൊടുക്കുന്നു, സന്തോഷം കൊടുക്കുന്നു എന്നാണ് ഈ ഫ്രോയിഡ് പറയുന്നത്. ഭക്ഷണം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അല്ലെ കുട്ടി വാശി പിടിക്കും, കയ്യിൽ കിട്ടുന്നതൊക്കെ ഇവർ കടിക്കും, അല്ലെ? വായിൽ വെച്ച് കടിക്കും. അത് നമ്മൾ പിടിച്ചു വാങ്ങിയാൽ ചിലപ്പോൾ വാശി പിടിച്ച് കരയും. കാരണം അവർക്ക് അതൊരു പ്ലഷറാണ്. ഈ ത്രൂ മൗത്ത് ആ ആക്ഷൻ അവർക്ക് വളരെയധികം സന്തോഷം കൊടുക്കുന്നതാണ്. അപ്പൊ ടേസ്റ്റ് ചെയ്യുക, സക്ക് ചെയ്യുക, അതാണ് കയ്യിൽ കിട്ടുന്ന മുഴുവൻ വായിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രായം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ നമുക്കറിയാം തന്നെത്താനെ ഇപ്പൊ ഈ ഭക്ഷണം കഴിക്കുന്നതാണ് അവരുടെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാലും തന്നെത്താനെ ഇത് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഈ ഒരു പ്രായത്തിൽ കുട്ടിക്കായിട്ടില്ല. കുട്ടി ഡിപ്പെൻഡന്റ് ആണ്, കെയർ ഗീവറെ ഡിപ്പെൻഡന്റ് ആണ്. മോസ്റ്റ്ലി അമ്മയായിരിക്കാം, അല്ലെങ്കിൽ കുട്ടിയെ നോക്കുന്ന മെയിൻ ആയിട്ട് നോക്കുന്ന ഒരു കെയർ ഗീവർ. ജനറലി പറയാവുന്നതുകൊണ്ടാണ് കെയർ ഗീവർ എന്ന് പറയുന്നത്. കാരണം നമ്മുടെയൊക്കെ നാട്ടിലാണ് ശരിക്കും അമ്മമാര് തന്നെ നോക്കുന്നത്. പിന്നെ ജോലിയുള്ളവരൊക്കെ ലീവൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. ഫോറിൻ കൺട്രീസിലൊക്കെ ബേബി സിറ്റർ തന്നെ ഉണ്ടായിരിക്കും, അല്ലെ? പിന്നെ ഇതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ വളരെ ചുരുക്കമായിട്ടുള്ള ആളുകളെ കൊടുക്കാറുള്ളൂ. പുറത്തെ സ്ഥലങ്ങളിൽ അവര് പമ്പ് ചെയ്ത് വെച്ചിട്ട്, പാല് പമ്പ് ചെയ്ത്, അതിനുള്ള മെഷീൻസ് ഒക്കെ ഉണ്ട്, പമ്പ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. ഈ കെയർ ഗീവറെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കെയർ ഗീവറെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ ഗീവർ ആണ് കുട്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. നമ്മൾ എറിക്സന്റെ സ്റ്റേജിൽ പറഞ്ഞു, ഈ കെയർ ഗീവർ കറക്റ്റ് സമയത്ത് കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇവര് തമ്മിലൊരു ട്രസ്റ്റ് ഫോം ചെയ്യുന്നു. ആ ഒരു ഫസ്റ്റ് സ്റ്റേജില് എറിക്സണും ഈ ഒരു ഏജ് തന്നെയാണ് പറഞ്ഞത്, ആ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഒരു ട്രസ്റ്റ് ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ട്രസ്റ്റും കംഫർട്ടും. കുട്ടി വളരെ കംഫർട്ടായിരിക്കും ഈ വ്യക്തിയായിട്ട്, വളരെ സെക്യൂർ ഫീല് തോന്നും. നിങ്ങള് ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി അമ്മയിൽ നിന്നും അകറ്റുമ്പോൾ അല്ലെങ്കിൽ കെയർ ഗീവറിൽ നിന്നും അകറ്റുമ്പോൾ കുട്ടിയിൽ ഭയങ്കരമായിട്ടൊരു ആങ്സൈറ്റി ഉണ്ടാകും. പക്ഷെ എപ്പോഴും കൂടെ നിൽക്കുമ്പോഴെന്താ ആ ഒരു കംഫർട്ട്, ആ ഒരു ട്രസ്റ്റ്, ആ ഒരു ബോണ്ടിങ് ആ ഒരു കെയർ ഗീവറുമായിട്ട് ഫോം ചെയ്യുന്നു. അപ്പൊ ഇത് ഈ ഒരു ടൈമിലാണ് നടക്കുന്നത്. അപ്പൊ ത്രൂ ഓറൽ, ത്രൂ മൗത്ത് കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്ത് വരുമ്പോൾ കുട്ടിയിലൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. അതിന്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്കൊക്കെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാകുന്ന ആ ഒരു ട്രസ്റ്റ് തന്നെയാണ്. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, വേറെ ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല, പക്ഷെ അമ്മ പറയുമ്പോഴേക്കും അത് വിശ്വാസവും എന്ത് കാര്യങ്ങളായിരിക്കും, അല്ലെ? അപ്പൊ അങ്ങനെ അവർക്ക് ആ ഒരു ബോണ്ടിങ് ആ ഒരു ചെറുപ്രായത്തിൽ ആരോടാണോ ഉള്ളത് അവര് പറഞ്ഞ അവർ വിശ്വസിക്കും. അത് എത്ര വലിയ ഏജ് ആവുമ്പോഴും അവരാണെങ്കിൽ ഇവര് കംഫർട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഏനൽ സ്റ്റേജ്. ഏനൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് സ്റ്റേജ് ആണ്. ഏജ് 1 to 3. നമുക്കറിയാം 3 ഇയേഴ്സിന് മുമ്പ് തന്നെ നമ്മളിവിടെ എറിക്സന്റെ ഇതിൽ നമ്മൾ പറഞ്ഞു, ആ ഒരു ബോഡിയുടെ ആക്ഷൻസ്, അതായത് ബവൽ മൂവ്മെന്റ്സിന്റെ കൺട്രോൾ കുട്ടിക്ക് വരണം. ടോയ്ലറ്റ് ട്രെയിനിങ്, പോട്ടി ട്രെയിനിങ് നമ്മൾ കുട്ടിക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? നമുക്ക് അറിയാം ചെറിയ പ്രായങ്ങളിൽ കുട്ടികൾക്ക് ചിലപ്പോ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ലൂസ് മോഷൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്.
ചെറിയ പ്രായത്തിൽ ഏതൊരു പ്രായത്തിലും മനുഷ്യർക്ക് ഉണ്ടാവും. ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടികൾ ഭയങ്കരമായിട്ട് ഇതാകും. അത് ചിലപ്പോൾ അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഇതനുസരിച്ച് പാലിന്റെ കട്ടി കൂടും, അങ്ങനെയൊക്കെയാണ് ആൾക്കാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ ഈ പാല് കുട്ടി കുടിക്കുമ്പോൾ കുട്ടിയുടെ മോഷൻ ടൈറ്റ് ആകും, അങ്ങനെ മോഷൻ പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ പോകും. അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടി വല്ലാതെ കിടന്ന് സ്ട്രഗിൾ ചെയ്യും. പക്ഷെ ഈ മോഷൻ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും കുട്ടി ഭയങ്കര ഹാപ്പി ആകും. അതാണ് ഇവിടെ ഫ്രോയിഡ് പറയുന്നത്. ഈ ഒരു ബവൽ മൂവ്മെന്റ്സ്, ആ ഒരു യൂറിൻ പാസ് ചെയ്യുമ്പോഴും മോഷൻ പാസ് ചെയ്യുമ്പോഴും കുട്ടി ഭയങ്കരമായിട്ട് ഹാപ്പി ആകുന്നു എന്നുള്ളത് പറയുന്നത്, ഒരു പ്ലഷർ അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് അതിന് ഏനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് ബ്ലാഡർ. അപ്പൊ ഇതിലൂടെയാണ് ബ്ലാഡർ ബവൽ മൂവ്മെന്റ്സിന്റെ കൺട്രോൾ എന്ന് പറയുന്നത്. നമ്മള് റിക്സൺ അവിടെ ടോയ്ലറ്റ് ട്രെയിനിങ് പറഞ്ഞപ്പോ ഇവിടെ ഫ്രോയിഡ് പറയുന്നത് ഈ ഒരു ഏജില് അവരുടെ നൈറ്റിൽ വെറ്റ് ചെയ്യുന്നത്, ബെഡ് വെറ്റിംഗ് ഒക്കെ കുറയും, ഇല്ലാണ്ടാകും അല്ലെ. എന്റെ മോനൊക്കെ എനിക്ക് തോന്നുന്നു 8 മാസമായപ്പോഴേക്കും അത് ശരിക്കും ബെഡ് വെറ്റിംഗ് മാറി. ഈവൻ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അവൻ അവൻ്റെതായ രീതിയിൽ ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കും, അവൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സിഗ്നൽ ഒക്കെ കാണിക്കും. അപ്പൊ നമുക്കറിയാം. അപ്പൊ നമ്മള് ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയാൽ അല്ലെങ്കിൽ പോട്ടി വെച്ച് കൊടുത്താൽ മാത്രമേ കുട്ടി യൂറിൻ പാസ് ചെയ്യുള്ളൂ. അതിപ്പോ മോഷന്റെ കേസിലാണെങ്കിലും അവൻ്റെതായിട്ടുള്ള ഒരു സിഗ്നൽ അവൻ കാണിക്കും. അത് ഒരു 8 months, early 8 months തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബെഡ് വെറ്റിംഗ് ഒന്നും ഉണ്ടായില്ലായിരുന്നു. ഈ സാനിറ്ററി കുട്ടികളുടെ ആ പാഡ് പോലും യൂസ് ചെയ്യില്ലായിരുന്നു കുട്ടി. ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു, അത് വേണ്ടാന്ന് തന്നെ പറയും. പക്ഷെ നമുക്കങ്ങനെ ട്രാവലിങ്ങിലും ഒന്നും അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. കാരണം ആ ഒരു കൺട്രോൾ കുട്ടിക്ക് നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവനറിയാം ഇത് ടെൻഡൻസി വരുമ്പോൾ ഇങ്ങനെ പറയും, അങ്ങനത്തെ രീതിയിൽ. കുട്ടികൾക്ക് ഈ ഒരു ഏജിലാണ് ബവൽ ബ്ലാഡർ കൺട്രോള് വരുന്നത്. അതവർ കറക്റ്റ് കൺട്രോൾ ചെയ്ത് അവരുടെ ആ ഒരു കറക്റ്റ് ആ ടെൻഡൻസി വരുന്ന സമയത്ത് ആ നീഡ് അവരെ എക്സ്പ്രസ് ചെയ്യുന്നു, അവരത് നടത്തും കഴിയുമ്പോഴേക്കും അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആകുന്ന പറയുന്നത്. അപ്പൊ അവർക്ക് ഒരു പ്ലഷർ കിട്ടുന്നു. ഇതിങ്ങനെ അല്ലെങ്കിലും ഇതിങ്ങനെ തടസ്സപ്പെടുത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ബോഡിക്ക്. അപ്പൊ അതങ്ങ് പോയി കഴിയുമ്പോഴേക്കും അവർക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും. അതാണ് ഫ്രോയിഡ് ഇതിനെല്ലാം കണക്ട് ചെയ്യുവാണ്. മനുഷ്യനിൽ പ്ലഷർ ഉണ്ടാകുന്നത് ഈ ഒരു യൂറിൻ മോഷൻ അത് പാസ് ചെയ്ത് കഴിയുമ്പോൾ ഇവരിൽ നല്ലൊരു പ്ലഷർ ഉണ്ടാകുന്നതാണ് പറയുന്നത്. ടോയ്ലറ്റ് ട്രെയിനിങ്ങിൽ നമ്മൾ ശരിക്കും ഇവരുടെ ആ ബോഡിയിൽ ഉണ്ടാകുന്ന ബവലിന്റെയും ബ്ലാഡറിന്റെയും മൂവ്മെന്റ്സിനെ കറക്റ്റ് കുട്ടിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം, അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. അതാണ് നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ്ങിൽ ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ കുട്ടി ഇൻഡിപെൻഡൻസിലേക്ക് മൂവ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റേജിൽ കുട്ടി ഡിപ്പെൻഡന്റ് ആയിരുന്നു, ഫുള്ളി ഡിപ്പെൻഡന്റ് ആയിരുന്നു. സെക്കൻഡ് സ്റ്റേജ് വന്നപ്പോൾ ഈ ഒരു കൺട്രോൾ എല്ലാം കിട്ടി കുട്ടി ഇൻഡിപെൻഡന്റ് ആവുകയാണ്. ആരും ടോയ്ലറ്റിൽ വന്ന് ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അതുപോലെ തന്നെ ചെയ്യും. ഈ ഒരു സ്റ്റേജിലെ സക്സസ് എന്ന് പറയുന്നത് പാരന്റ്സ് എങ്ങനെയാണോ കുട്ടിയെ ഇതിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ പാരന്റ്സ് കുട്ടി തന്നെത്താനെ നല്ലൊരു രീതിയിൽ ഇത് ചെയ്യുമ്പോൾ പാരന്റ്സിന്റെ ഒരു എൻകറേജ്മെന്റ്, പാരന്റ്സ് അവരെ അപ്രൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് കുട്ടിക്ക് കൂടുതൽ നന്നായിട്ട് ഞാൻ ചെയ്തത് നല്ല കാര്യമാണ്, സോ ഇനിയും ഞാൻ ഇതുപോലെ തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെ വരും. അപ്പൊ അപ്രോപ്രിയേറ്റ് ടൈമിൽ ഇങ്ങനെ ടോയ്ലറ്റിന്റെ നീഡ്സും കാര്യങ്ങളും എല്ലാം അവർ ചെയ്യുമ്പോൾ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള എൻകറേജ്മെന്റ് കുട്ടിക്ക് കിട്ടും. ഇതിന്റെ ഔട്ട്കമും പോസിറ്റീവ് തന്നെയായിരിക്കും. അപ്പൊ കുട്ടികൾക്ക് സ്വയം തോന്നുക യെസ് ഐ ക്യാൻ ഡു ദിസ്, അങ്ങനെ അവര് പ്രൊഡക്റ്റീവ് ആയിട്ട് മാറുവാണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഫ്രോയിഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ വിചാരിക്കുമ്പോ ചെറുപ്പത്തിൽ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് ഒരാളെ എത്ര വലിയ പ്രൊഡക്റ്റീവ് ആക്കുമോ, കോമ്പറ്റീറ്റീവ് ആക്കുമോ എന്നുള്ളത്. പക്ഷെ അത് കറക്റ്റ് തന്നെയാണ്. ഈവൻ നമ്മൾക്കും അറിയാം, നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ മോർണിംഗ് നമുക്ക് അതെല്ലാം കറക്റ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ആണല്ലേ പുറത്തേക്ക് പോകുമ്പോഴേക്കും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ കുട്ടിയുടെ എന്തോ ഒരു ചെറിയൊരു ഡിസീസ് വന്ന് ആ കുട്ടിയുടെ ബവൽ മൂവ്മെന്റ് പ്രോപ്പർ അല്ലാതായി, ഇംബാലൻസ് ആയി. അതായത് അതിന് എരിവൊന്നും കഴിക്കാൻ പറ്റില്ല. അതായത് മുളകിന്റെ ഒരു അരി കിടന്നാൽ തന്നെയും ഈ കുട്ടിക്ക് ഭയങ്കര അസ്വസ്ഥതയാകും. അപ്പൊ തന്നെ അതിന് ടോയ്ലറ്റിൽ പോകണം. കാരണം ബവൽ മൂവ്മെന്റ്സ് കറക്റ്റ് അല്ല. ശരിയായ നല്ല സ്പൈസി ഫുഡ് കഴിച്ചിരുന്ന ആളാണ് കേട്ടോ. കാരണം അത് ഇങ്ങനെ ലഞ്ച് കോളേജിൽ കൊണ്ടുവരുമ്പോ വീട്ടിൽ നിന്ന് പോയി കൊണ്ടുവരുമ്പോ ഈ ഇതൊക്കെ ഉണ്ടാവുക.
വെണ്ടയ്ക്ക ഭയങ്കരമായിട്ട് സ്പൈസി ആയിട്ട് ഫ്രൈ ചെയ്തത്, പിന്നെ പ്രോൺ എല്ലാ ദിവസവും ഉണ്ടാവും ഈ പ്രോണും ഈ വെണ്ടയ്ക്കയും. ഇങ്ങനെ അത് നല്ല സ്പൈസി ആയിരിക്കും, എരിവായിരിക്കും. ഞാൻ അത്യാവശ്യം നല്ല എരിവ് കഴിക്കുന്നതാണ്, പക്ഷെ എനിക്ക് ആ എരിവ് ഒട്ടും പറ്റില്ല. അത്രയ്ക്ക് ഒരു എരിവായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ഈ കുട്ടി അങ്ങനെയായിരുന്നു ഭക്ഷണം കൊണ്ടുവന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് കോളേജ് ലൈഫ് ഒക്കെ കഴിഞ്ഞ് ബാങ്കിൽ മാനേജറായിട്ട് ജോലി കിട്ടിട്ടോ, SBI മാനേജറായിട്ട് ജോലി കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്നെ അറിയുന്നത്, എന്നോട് ഇങ്ങനെ പറയുന്നത് ഞാൻ റിസൈൻ ചെയ്യാൻ പോവാ ജോബ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു. അന്ന് SBI അല്ല SBT ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് SBIയിലേക്ക് മേർജ് ചെയ്തപ്പോൾ ആളുകളെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ഈ കുട്ടി SBTയിലായിരുന്നു. അപ്പൊ അത് മേർജ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ട്രാൻസ്ഫർ വരും. ഇത് ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പൊ ട്രിവാൻഡ്രത്ത് ഹസ്ബൻഡിന് അവിടെയും ജോലി ചെയ്താൽ അവരവിടെ സെറ്റിൽ ചെയ്തേക്കും. അപ്പൊ ട്രാൻസ്ഫർ എറണാകുളത്തേക്ക് എങ്ങാണ്ടാണ് ഇതിന് ട്രാൻസ്ഫർ ഓർഡർ വന്നത്. ഈ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, കാരണം അത് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ളവർക്ക് ഇതിന്റെ ആരോഗ്യ പ്രശ്നം അറിയാം. അപ്പോ എപ്പോഴും ടോയ്ലറ്റിൽ പോകണം, അതാണ് പ്രോബ്ലം. പുതിയൊരു സ്ഥലത്തേക്ക് വരുമ്പോഴേക്കും അത് അഡ്ജസ്റ്റഡ് ആകാൻ ബുദ്ധിമുട്ട് അങ്ങനെ വന്നിട്ട് അത് ജോലി അത് റിസൈൻ ചെയ്യുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയ ബോഡിയിൽ ഒരു ഫങ്ഷൻ പ്രോപ്പർ അല്ലാഞ്ഞിട്ട് ഒരാൾ അയാളുടെ നല്ലൊരു വരുമാന മാർഗം കിട്ടുന്ന ഒരു ജോലി അങ്ങോട്ട് ഉപേക്ഷിച്ചു. അപ്പൊ അതൊക്കെ നമ്മളുടെ ഒരു കോൺഫിഡൻസിന്റെ ഒരു പ്രശ്നം തന്നെയാണല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ബോഡിയിൽ ഈ ഒരു ആക്ഷൻസ് പ്രോപ്പർ ആയിട്ട് നടക്കുക എന്നുള്ളത് നമ്മൾ പ്രൊഡക്റ്റീവ് ആവുക തന്നെയാണ്. നമുക്ക് ഇങ്ങനെ ഒരു വയറിന് ഇങ്ങനെ ഒരു അസ്വസ്ഥതയോടുകൂടി നമുക്ക് പോയി ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. എന്നൊരു ഇവൻ പറഞ്ഞപ്പോ അതിന്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. റീസെന്റ് എന്റെ ഒരു സുഹൃത്ത് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ്. നല്ല റിച്ച് ആണ് ആള്, പക്ഷെ ഈ തൊഴിലാളികളുടെ ഒപ്പം നിന്നിട്ട് പണിയെടുക്കുന്ന ഒരു മുതലാളി, അങ്ങനത്തെ ഒരാളാണ്. വെറുതെ ഇരിക്കില്ല, അങ്ങനെ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. പക്ഷെ ആള് നല്ലപോലെ നോൺ കഴിക്കും. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, കാരണം നമ്മളൊരു ഏജ് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം പ്രോപ്പർ ആവണമെന്നില്ല. അപ്പൊ നമ്മൾ ഫൈബർ റിച്ച് കണ്ടന്റ് ആയിട്ടുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കണം എന്ന് ഞാൻ ഇങ്ങനെ എപ്പോഴും പറയും അതിനോട്. അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആണ്. കാരണം നമ്മൾ പ്രായമായി വരുമ്പോ 47 ഞങ്ങൾ 50യോട് അടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. ഞാനിങ്ങനെ പറയാം എപ്പോഴും നമ്മൾ കുറച്ച് വാട്ടറി ആയിട്ടുള്ളത് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഇതുപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ എപ്പോഴും കഴിക്കണം. ഇങ്ങനെ ഇങ്ങനെ കഴിക്കരുത് കേട്ടോ അധികം. വല്ലപ്പോഴും എന്നുള്ളത് ഇറ്റ്സ് ഓക്കെ. ഫിഷ് പോലെയല്ല മീറ്റ് ഡൈജസ്റ്റ് ആവാൻ സമയം എടുക്കും. ചിലപ്പോ 48 hours വരെ ഇത് ഡൈജസ്റ്റ് ആവാതെ ബോഡിയിൽ കിടക്കും. പക്ഷെ വീട്ടിൽ പോകുന്ന വഴിക്ക് ഏതൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ കയറി, അവിടെ കയറിയിട്ട് പോർക്ക് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോ ചിക്കൻ കഴിച്ചു. രാത്രി കഴിച്ച ഉടനെ തന്നെ ആള് കിടക്കുകയും ചെയ്തു. രാത്രി 12 മണിയായപ്പോ ഒരു അസ്വസ്ഥത അങ്ങ് തുടങ്ങിയെന്ന്. കാരണം വയറിനകത്ത് 2 ടൈപ്പ് മീറ്റല്ലേ ചെന്നിരിക്കുന്നത്. ചിക്കൻ മാത്രമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, കുറെ കൂടെ മീൻസ് മറ്റുള്ള മീറ്റിനേക്കാളും ഡൈജസ്റ്റ് ആവാൻ തോന്നുന്നു. അങ്ങനെ ഭയങ്കര അസ്വസ്ഥത. പറയോ ഇരിക്കാനും വയ്യ ഇരിക്കാനും വയ്യ, ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയായി പോയി. 2-3 ദിവസം ബുദ്ധിമുട്ടി. നമ്മളെ ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ നല്ലപോലെ ശീലിക്കണം. നമ്മളെ കണ്ടാണ് നമ്മുടെ മക്കള് വരുന്നതല്ലേ. ഞാൻ പറഞ്ഞ എന്തായാലും ഡോക്ടറെ കാണണം. കാരണം എന്തുകൊണ്ട് ഇത് വന്നു, കാരണം ഡൈജസ്റ്റ് ആവാതെ ഇത് അകത്ത് കിടന്നിട്ടുണ്ടാകും. പക്ഷെ ആള് ഡോക്ടറെ ഒന്നും കണ്ടൊന്നുമില്ല. എന്തൊക്കെയോ എന്തോ ഒരു ആയുർവേദം എന്തോ പൊടി വാങ്ങിച്ച് കലക്കി കുടിക്കുവോ എന്തൊക്കെയോ പറഞ്ഞു എന്നോട്, എനിക്ക് മനസ്സിലായൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു നമ്മളുടെ ആ ഒരു മെറ്റബോളിസം കറക്റ്റ് ആകുന്നത് ഇപ്പൊ കൊച്ചുകുട്ടികളുടെ കാര്യം തന്നെയല്ല, നമ്മള് വലിയ ആൾക്കാരുടെയും. നമുക്ക് സമാധാനമായിട്ടൊരു മാരേജ് ഫംഗ്ഷന് പോകണമെന്ന് വിചാരിക്കാം. നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ നമുക്ക് പോകാൻ പറ്റുമോ? നമ്മളുടെ പ്രോപ്പർ ഡൈജഷൻ നടന്നിട്ടില്ലെങ്കിൽ ആ മാരേജ് ഫംഗ്ഷൻ വഴി വെള്ളം കുടിക്കാൻ പോലും പറ്റും. അങ്ങനത്തെ അത് കൊണ്ട് ആ ഒരു ബവൽ കൺട്രോൾ നമ്മളുടെ ചെറുപ്പത്തിലേ, ബ്ലാഡർ ബവൽ കൺട്രോൾ നമുക്ക് ആ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് ചെറുപ്പത്തിലേ കറക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ അതൊരു ഓർഡർ ആയിട്ട് തന്നെ വരും. കറക്റ്റ് ആ മോർണിംഗിൽ ആ ഒരു ഓർഡർ ആയിട്ട് തന്നെ വരും. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഫ്രോയിഡ് പ്രത്യേകം പറയുന്നുണ്ട്, ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടോയ്ലറ്റ് ട്രെയിനിങ് ആ കുട്ടിയെ കോമ്പീറ്റന്റ് ആക്കും, പ്രൊഡക്റ്റീവ് ആക്കും, വളരെ കോൺഫിഡന്റ് ആക്കും, കേപ്പബിൾ ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറ്റും എന്നുള്ളത് നിസ്സാരമെന്ന് കരുതേണ്ട ഒരു കാര്യമല്ല കുട്ടികളിൽ ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങൾ. ഈ യൂട്രസ് എടുത്ത റിമൂവ് ചെയ്ത ഇങ്ങനെ വരുമോ? യൂട്രസ് റിമൂവ് ചെയ്യണവർക്ക് ഇങ്ങനെ വരുമോ? എന്താ കോൺസ്റ്റിപ്പേഷൻ ആണോ? എപ്പോഴും ഇങ്ങനെ
യൂട്രസും ശരിക്കും ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഒന്നുമില്ല. പക്ഷെ യൂട്രസ് റിമൂവ് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ പല ഫങ്ഷൻസും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. ഉം. കാരണം ശരിക്കും സ്ത്രീകളെ സംബന്ധിച്ച് നമ്മുടെ ബോഡിയിലെ ഒരു എയർ കണ്ടീഷനാണ് ഈ യൂട്രസ് എന്ന് പറയുന്നത്. യൂട്രസ് റിമൂവ് ചെയ്ത സ്ത്രീകൾ അല്ലെങ്കിൽ മെനോപോസിലേക്ക് അടുക്കുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം ഭയങ്കര ചൂടായിരിക്കും. ചൂട് എപ്പോഴും ചൂട് ഇങ്ങനെ ഫീൽ ചെയ്യും, ബോഡി വല്ലാതെ ഇങ്ങനെ ചൂടാകും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ബോഡിയെ തണുപ്പിക്കുന്ന രീതിയിലുള്ള ഭക്ഷണമായിരിക്കണം കൂടുതൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സീഡ്സും നട്ട്സും ഒക്കെ നല്ലതാണ്. ദിവസം പറ്റിയാൽ അല്ലെങ്കിൽ പോട്ടെ ആഴ്ചയിൽ ഒരിക്കലും, ഇപ്പം സീഡ്സും നട്ട്സും ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി തന്നെയാണ്. ആഴ്ചയിലൊക്കെ ഒരിക്കലൊക്കെ കഴിക്കാൻ പറ്റുവാണെങ്കിൽ, വളരെ ചെറിയ അളവിലാണെങ്കിലും കഴിക്കാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നന്നായിരിക്കും. നമ്മൾ ഈ അല്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് എന്തോരം കാശ് ചിലവാക്കും. കുറച്ചിങ്ങനെ വാങ്ങി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മളത് കഴിക്കുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ ബോഡിയിലെ കുറെ കാര്യങ്ങളൊക്കെ ഡെഫിഷ്യന്റ് ആകും. ശരിക്കും ഈ യൂട്രസ് ഇത് മെനോപോസ് അടുക്കുമ്പോഴും യൂട്രസ് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴും ആ സമയത്ത് നമുക്ക് അതൊക്കെ തിരിച്ചു കിട്ടണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻടേക്ക് ചെയ്യും. സീഡ്സും നട്ട്സും ആണ് അതിനകത്ത് മെയിൻ ആയിട്ട്. ഫ്രൂട്ട്സിനേക്കാളും സീഡ്സും നട്ട്സും ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫാലിക് സ്റ്റേജ്. ഫാലിക് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള ആ ഒരു സമയമാണ്. അപ്പൊ കുട്ടിക്ക് കോൺഷ്യസ് ആവും സ്വന്തം ബോഡിയെ കുറിച്ച്. കാരണം ബോഡിയിലെ ചില ഓർഗൻസ് ഒക്കെ കാണുമ്പോൾ വളരെ ക്യൂരിയസ് ആയിരിക്കും. നമ്മളോട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുട്ടികൾ WH ക്വസ്റ്റ്യൻസ് ചോദിക്കും, എന്തായത് ഇങ്ങനെ ഇരിക്കുന്നത്, ഐ ലൈക്ക് ദാറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ജെനിറ്റൽസ് ആണ് ഇതിനകത്ത് ഓർഗൻസ് ആയിട്ട് പറയുന്നത്, സെക്സ് ഓർഗൻസ്. അവർക്ക് ആ മെയിൽ ഫീമെയിൽ എന്നുള്ള ഡിഫറൻസ് മനസ്സിലാകും. പിന്നെ എപ്പോഴും എന്താ പറയാ, ഈ അച്ഛൻ അമ്മയും തമ്മിലുള്ള അടുപ്പം അത് ആൺകുട്ടികൾക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ആൺകുട്ടികൾക്കുള്ള ഭയങ്കരമായിട്ട് അമ്മയോട് അടുത്ത് നിൽക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു ടൈമില്. വേറൊരാൾ അമ്മയോട് ഭയങ്കര സ്നേഹം കാണിക്കുന്നൊക്കെ അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഈഡിപ്പസ് കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. നമുക്കൊരു ഗ്രീക്ക് കഥാപാത്രമാണ് ഈഡിപ്പസ് എന്ന് പറയുന്നത്. ഈഡിപ്പസ് സ്വന്തം അമ്മയെ പ്രണയിച്ച, അത് അറിയാതെ പ്രണയിച്ചതാട്ടോ, അറിയാതെ ജനനിയെ പരിണയിച്ചു എന്ന് പറഞ്ഞിട്ട് ഈഡിപ്പസിനെ പറ്റി ഉണ്ട്. അത് അറിയാതെ അമ്മയോട് ഭയങ്കര ഒരു അട്രാക്ഷൻ, അമ്മയാണെന്ന് അറിയാതെ അട്രാക്ഷൻ വന്ന് അമ്മയെ പ്രണയിക്കുന്നത്. കല്യാണം കഴിച്ചോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ ഒരു കഥ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിന് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. കാരണം അവർക്ക് അച്ഛൻ അമ്മയോട് അടുപ്പം കാണിക്കുന്നത് വരെയും അവർക്ക് ഇഷ്ടമല്ല. കാരണം ഇവിടെ മോൻ വളരെ എന്താ പറയാ ക്ലോസ് ആണ് കേട്ടോ, ഞാൻ വീട്ടിൽ ചെറുപ്പം തുടങ്ങി അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ ഒരു ഏജില്, ഈ പറഞ്ഞ ഫാലിക് സ്റ്റേജിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഈ ഹസ്ബൻഡ് ഇവനെ ഇങ്ങനെ ഒത്തിരി ഒന്ന് ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ഇങ്ങനെ പറയും, ഇത് എന്റെ ഭാര്യ എന്ന് പറയും. അപ്പൊ അവന് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് ഒന്നും കറക്റ്റ് അറിയില്ല കേട്ടോ. എന്റെ എന്നുള്ളത് മാത്രം ആൾക്ക് കത്തുള്ളൂ. അപ്പൊ പറയില്ല, ഇത് എന്റെ ഭാര്യ എന്ന് അവൻ ഇങ്ങനെ പറയുക. പിന്നെ ആ മീനിങ് മനസ്സിലായി കഴിഞ്ഞപ്പോ പുള്ളിക്ക് ഭയങ്കര നാണായി അതെന്താന്നുള്ളത്. സെയിം തന്നെ പെൺകുട്ടികൾക്കും അവർക്ക് അച്ഛനോടായിരിക്കും ഭയങ്കര അടുപ്പം. അച്ഛനോടായിരിക്കും. അതിനെ ഇലക്ട്ര കോംപ്ലക്സ് ആണ് അതിനെ പറയുന്നത്. അവർക്ക് അമ്മ അച്ഛന്റെ അടുത്ത് ഇരിക്കുന്നത് അവർക്ക് ദേഷ്യം, അമ്മയോട് അവർക്കൊരു ജലസ് ഫീൽ ആയിരിക്കും. മറ്റേതില് ആൺകുട്ടികൾക്ക് അച്ഛനോടൊരു ജലസ് ഫീൽ ആയിരിക്കും. ആ ഒരു ഇത് വരുന്ന ഒരു ടൈം അത് മാറും. കാരണം കുറച്ച് കഴിയുമ്പോൾ അവർക്ക് റിലേഷൻഷിപ്പും എന്താണെന്ന് അതൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ അഡോളസൻസിലേക്കൊക്കെ കിടക്കുമ്പോഴേക്കും അവർക്ക് മനസ്സിലാകും അച്ഛൻ അമ്മ അങ്ങനെയുള്ള ആ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാകും. അപ്പൊ ഇതാണ് ആ ഒരു ടൈമിൽ നടക്കുന്നത്. അവർക്ക് ആ ഒരു മെയിൽ ഫീമെയിൽ ഡിഫറൻസ് മനസ്സിലാകും. പിന്നെ ഇതുപോലെ അച്ഛനോട് പെൺകുട്ടികൾക്ക് ഒരു അട്രാക്ഷനും അമ്മയോട് ആൺകുട്ടികൾക്ക് ഒരു അട്രാക്ഷനും. അമ്മയുമായിട്ട് നല്ല ക്ലോസ് ആകുന്ന ആൺകുട്ടികളെ വലുതാവുമ്പോഴും അവർക്ക് എനിക്ക് അമ്മയെ പോലെ ഒരാളെ കല്യാണം കഴിക്കണം, ആ ഒരു ഇതൊക്കെ വരും. അപ്പൊ ഇത് ഈ ക്ലോസ്നെസ് അവർക്ക് റിലേഷൻഷിപ്പ് ഒക്കെ മനസ്സിലാക്കി ആ ഒരു സെൻസ് വന്നില്ല എന്നുണ്ടെങ്കിൽ അവര് മാരേജ് കഴിഞ്ഞു കഴിഞ്ഞാല് സാറ്റിസ്ഫൈഡ് ആവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെപ്പോഴും അമ്മയുമായിട്ട് കമ്പയർ ചെയ്യും. ആ ഒരു ഇത് അവർക്ക് കറക്റ്റ് ആ ഒരു സെൻസ് ബോധത്തിലേക്ക് എവരിബഡി ഈസ് യുണീക്ക് എന്നുള്ള ഒരു ബോധം വരാതെ ചില ആൺമക്കള്
എപ്പോഴും അമ്മ തന്നെയായിരിക്കും അവരുടെ മനസ്സിൽ. അപ്പൊ അവരുടെ ലൈഫിലേക്ക് ഒരു പെൺകുട്ടി വന്നാലും അമ്മയുമായിട്ടായിരിക്കും കമ്പയർ ചെയ്യുക. അവർക്ക് ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കും. പ്രോപ്പറായിട്ട് ഇവരെ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റണം ഈ ഒരു ടൈമില്. നെക്സ്റ്റ് ലേറ്റന്റ് പീരീഡ് ആണ്. ദാറ്റ് ഈസ് 6 വയസ്സ് തുടങ്ങി പ്യൂബർട്ടി, ആ ഒരു ടീനേജ്, ആ ഒരു ടൈമിലേക്ക് എത്തുന്നത്. ഈ ഒരു സമയത്താണ് ഇവരിൽ പല സ്കിൽസും ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അവർക്ക് എന്തെങ്കിലും ടാലന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്ത് വരുന്നത്. പിന്നെ പല രീതിയിലുള്ള വാല്യൂസ് അവർ പഠിക്കുന്നത്, മറ്റുള്ളവരെ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യണം, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നത്, മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുന്ന എംപത്തറ്റിക് ആയിട്ടുള്ള ചിന്തകൾ, അങ്ങനെയെല്ലാം. പിന്നെ അതുപോലെ തന്നെയല്ല, ഇവർ കൂടുതൽ സോഷ്യലൈസ് ചെയ്യും. അതിനു മുമ്പ് അവർ സോഷ്യലൈസ് ചെയ്യും, പക്ഷെ അവർ കുറെ കൂടെ ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ട് മാറുന്നത്. വീട്ടിലൊരു ആള് തന്നെയാണ്, പക്ഷെ പുറത്തുള്ള ഫ്രണ്ട്സുമായിട്ട് കൂട്ടുകൂടാനും അങ്ങനെയുള്ള ഗ്രൂപ്പുകളും, അഡൽട്സ് ഔട്ട്സൈഡ് ദ ഫാമിലി അഡൽട്സ്, പ്രായമായ ആളുകളുമായിട്ട് കണക്ഷൻ വെക്കാനും. കാരണം ഇവരെ സംബന്ധിച്ച് അവര് ഭയങ്കര ഹീറോസ് ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ആളുകളുമായിട്ടൊക്കെ ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് ബൈക്ക് ഓടിക്കുന്ന ചേട്ടന്മാരെ കാണുമ്പോൾ ഒരുതരം ആരാധന പോലെയൊക്കെ വരുന്നു. അങ്ങനെ പിന്നെ ബസ് ഓടിക്കുന്നവരെ കാണുമ്പോൾ, ലോറി ഓടിക്കുന്നവരെ കാണുമ്പോൾ, JCB ഓടിക്കുന്നവരെ കാണുമ്പോൾ, അങ്ങനെ ഒരു അഡൾട്ടിനോട് ഒരു അട്രാക്ഷൻ ഒക്കെ വരുന്ന ഒരു പ്രായമാണ് ഇത്. നമ്മളുടെ പ്രോപ്പർ ഒരു ഗൈഡൻസ് സമയത്ത് വേണം. കാരണം ഇത് റോങ് വേയിലേക്ക് പോകാതിരിക്കണം. ഈ വരുന്ന അഡൾട്ട് നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇപ്പൊ സ്കൂളിലാണ് അവരുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ആ കാര്യങ്ങളിലൊക്കെ വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കും. പിന്നെ അവരിലൊക്കെ പല ഹോബീസും ഇൻട്രസ്റ്റും ഒക്കെ വരും. ഓരോരുത്തർക്കും അവരവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പല ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇത് ആ ഒരു പീരീഡ്, അങ്ങനെയുള്ള പീരീഡ് അവർ എക്സ്പ്ലോർ ചെയ്യുവാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് അവർ ശ്രമിക്കും. അതിപ്പോ സ്പോർട്സിനെ കുറിച്ചാകാം, അത്ലറ്റ്സിനെ കുറിച്ചാകാം, അല്ലെങ്കിൽ മൂവീസിനെ കുറിച്ചാകാം, ടെക്നോളജിയെ കുറിച്ചാകാം. എന്താണോ അവരുടെ ഏരിയ അതിനെക്കുറിച്ച് അവർ കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കും. ചിലര് റീഡിങ്, ഒരു സർട്ടൺ ടൈപ്പ് ഓഫ് ബുക്സ് വായിക്കുന്ന ആ ഒരു രീതിയിലേക്ക് പോകും. അങ്ങനെ പിന്നെ എവിടെയെങ്കിലും ഒബ്സർവേഷൻ, പുറത്ത് കാര്യങ്ങളൊക്കെ നോക്കാനും, അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടും. അപ്പൊ അത് എല്ലാം ഇവരെ കൂടുതൽ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുപോകും. പക്ഷെ ഈ എക്സ്പ്ലോറേഷൻ പ്രോപ്പർ അല്ലാത്ത രീതിയിലാണെങ്കിലോ, പറഞ്ഞു നമ്മളൊരു അഡൾട്ടിനുമായിട്ട് കണക്റ്റഡ് ആകാൻ ഇവർ ഇഷ്ടപ്പെടും. അവരെ സംബന്ധിച്ച് ഒരു മോഡൽ ചെയ്യും. ചിലപ്പോൾ അവരെ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഈ അഡൾട്ടിൽ നിന്നും ഒരു റോങ് മെസ്സേജ് ആണ് വരുന്നതെങ്കിൽ അത് ശരിക്കും ഇവരെ പിന്നെ തിരിച്ച്, കാരണം ആ പ്രായം അതാണല്ലേ, ഒരു കൗമാര കാലഘട്ടം, തിരിച്ചവരെ കൊണ്ടുവരാൻ തന്നെ ഭയങ്കര പാടാണ്. എനിക്കറിയാവുന്ന ഒരു കേസ് ഉണ്ട്. ഏകദേശം ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൻ, അച്ഛനും അമ്മയും ഭയങ്കര തിരക്കുള്ള മനുഷ്യര്, ഒരു മകനേ ഉള്ളൂ. കുട്ടി സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് വീട്ടില് മൊബൈലോ ഐപാഡോ എന്തോ ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഭയങ്കരമായിട്ട് ഇവൻ അഡിക്റ്റ് ആയി. ഇവൻ എങ്ങനെയോ പോൺ സൈറ്റിലേക്കാണ് ഇവൻ ചെന്നത്. പിന്നെ കണ്ടിന്യൂസ് വാച്ച് ചെയ്യാൻ തുടങ്ങി, ഒരു അഡിക്ഷൻ പോലെ വാച്ച് ചെയ്യാൻ തുടങ്ങി. പാരന്റ്സിന്റെ അറിഞ്ഞു. പിന്നെ അവര് എന്തോ കൗൺസിലിംഗ് ഒക്കെ കൊണ്ടുപോയി. അങ്ങനെ പിന്നെ തിരിച്ചു കൊണ്ടുവരുമായിരുന്നു ആ കുട്ടിയെ. അപ്പൊ ആ ഒരു ടൈമില് അവന്റെ അക്കാദമിക്സിലൊക്കെ അത് എഫക്ട് ചെയ്തു. അപ്പൊ അതാണ് പറയുന്നത്, നമ്മളുടെ ഒരു ഇവന്റെ കുട്ടികൾ പുറത്തുള്ള കുട്ടികളുമായിട്ട് കൂട്ടുകൂടാനും പുറത്തുള്ള ആളുകളും അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നെങ്കിൽ പോലും നമ്മളുടെ ഒരു സർക്കിളിൽ നിന്ന് അവര് ആ ഒരു സർക്കിളിലായിരിക്കണം അവര്. നമ്മുടെ സർക്കിളിൽ വരണം എപ്പോഴും കുട്ടികള്. പാരന്റ്സിന്റെ സർക്കിളിൽ ഉണ്ടായിരിക്കണം. അവരെത്ര ദൂരേക്ക് പോയാലും പാരന്റ്സിന്റെ സർക്കിളിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിട്ട് അവരെ പേടിപ്പിച്ച് നിർത്തുക എന്നുള്ളതല്ല. നമ്മളുടെ ഒരു കെയർ, ലവ്, അഫെക്ഷൻ അവരെ ആ സർക്കിളിൽ നിന്ന് പുറത്തു പോകാനായിട്ട് അവർക്ക് തോന്നരുത്. ആ രീതിയിൽ അവളൊരു സർക്കിളാക്കി നമ്മൾ വെക്കണം കുട്ടികളുമായിട്ടുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത്. കാരണം അവര് പുറത്തു പോയി എന്തെങ്കിലും നടന്നാലും അവര് വന്ന് നമ്മളോട് ഷെയർ ചെയ്യും. അവരാ സർക്കിളിലാണെങ്കിൽ. പലപ്പോഴും കുട്ടി സർക്കിളിന് പുറത്തേക്ക് പോകാനുള്ള ടെൻഡൻസി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് കൂടുതലാണ്. കാരണം പാരന്റ്സ് രണ്ടുപേരും ഭയങ്കര തിരക്ക്, വർക്കിംഗ്, അല്ലെങ്കിൽ ബ്രോക്കൺ ഫാമിലീസ് ആയിരിക്കും. അച്ഛനും അമ്മയും 2 സ്ഥലത്ത്, കുട്ടി കുറച്ചു നാൾ അച്ഛന്റെ കൂടെ, കുറച്ചു നാൾ അമ്മയുടെ കൂടെ. അത് ഇറ്റ്സ് ഓക്കെ, അതിങ്ങനെ സംഭവിച്ചു, അങ്ങനെ ഇതായി. പക്ഷെ കുട്ടിയുടെ കാര്യം വരുമ്പോൾ രണ്ടുപേരും ഈക്വൽ റെസ്പോൺസിബിലിറ്റിയും കമ്മിറ്റ്മെന്റും എടുക്കണം. കുട്ടിയെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യണം. ആ ഒരു സ്നേഹം പ്രൊവൈഡ് ചെയ്യണം. കാരണം അത് പ്രോപ്പറായിട്ട് അവന് കിട്ടിക്കൊണ്ടിരിക്കണം. അല്ലാതെ ദേഷ്യം കാണിക്കുക,
അവരുടെ ലൈഫ് അങ്ങനെ ആയി പോയതിന് കുട്ടിയെ ബ്ലെയിം ചെയ്യുക, ദേഷ്യം കാണിക്കുക, അല്ലെങ്കിൽ ഒരാളെ പറ്റിയുള്ള കുറ്റം കുട്ടിയോട് മറ്റേയാള് അച്ഛൻ്റെ അടുത്ത് പോകുമ്പോൾ അമ്മയെ പറ്റിയുള്ള കുറ്റം പറയുക, അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോൾ അച്ഛനെ പറ്റി പറയുക, അങ്ങനെയുള്ള രീതിയല്ല. അവന്റെ റൈറ്റ്സ് ആണ് പാരന്റ്സ് എന്ന് പറയുന്നത്. അത് അച്ഛനും അമ്മയുമായിട്ട് അവർ രണ്ടുപേരും അവന് വേണം, ഈവൻ ദോ ഇങ്ങനെ ഒരു കേസ് ആണെങ്കിൽ പോലും. അതെല്ലാം ആ കുട്ടിയുടെ ഇതിനെ ബാധിക്കും. പ്രത്യേകിച്ചും ഈ ഒരു ഏജിൽ വളരെ കൂടുതലാണ്. കുട്ടി ഒരു മൂന്നാമനെ തേടി പോവും ഈ രണ്ട് സ്ഥലത്തൊന്നും പ്രോപ്പർ കെയർ കിട്ടാതെ വരുമ്പോൾ. ഈ സമയത്ത് വളരെ എന്തൂസിയാസ്റ്റിക്, ഇൻഡസ്ട്രിയസ് ആകുന്നു, വളരെ ഹാർഡ് വർക്കിംഗ് ആകുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട ഏരിയയിൽ അവർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതേസമയം അങ്ങനെ ഇല്ലാത്ത കുട്ടികൾ ഇൻഫീരിയർ ആയി പോകുന്നു. നമുക്ക് എറിക്സന്റെ സ്റ്റേജുമായിട്ടൊക്കെ കണക്ട് ചെയ്യാം. ഒരു ഏജ് വരുമ്പോൾ കുട്ടി ഇൻഫീരിയർ ആകുന്നു, തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് വന്ന് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഈ ലാസ്റ്റ് സ്റ്റേജ് അഡോളസൻസ് ടു അഡൾട്ട്ഹുഡ്, ജെനിറ്റൽ സ്റ്റേജ്, പുബേർട്ടി ടു ഡെത്ത്, ഈ ഒരു സമയത്ത് മെച്യൂരിറ്റിയിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. അതായത് നമ്മൾ എറിക്സന്റെ സ്റ്റേജിൽ പറയുന്നുണ്ട് ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് വേണമെന്ന് താല്പര്യപ്പെടുന്ന ഒരു ടൈം, നല്ലൊരു ഫാമിലി ലൈഫ് വേണം, ഫാമിലി സെറ്റ് നമുക്കറിയാം, സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സെക്ഷൽ ലൈഫ് തന്നെയാണ് മാരേജ് എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ഇഷ്ടപ്പെട്ട് തന്നെ നമ്മളുടെ ഇതുമായിട്ട് യോജിച്ചു പോകുന്ന ഒരു പാർട്ട്ണറെ കണ്ടെത്തി ആ റിലേഷൻഷിപ്പ് ഒരു സ്ട്രോങ് ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആയിട്ട് മാരേജിൽ പോയി എൻഡ് ചെയ്ത് നല്ലൊരു ഫാമിലി ആയിട്ട് മാറുന്ന രീതിയിൽ ആകുന്നത്. അതാണ് ഈ ജെനിറ്റൽ സ്റ്റേജിൽ ഫ്രോയിഡും പറയുന്നത്. ലാസ്റ്റ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് ആണ്. ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് വളരെയധികം താല്പര്യം തോന്നുന്ന ഒരു സമയമാണ്. അത് പുബേർട്ടിയിൽ ആ ഒരു കൗമാര കാലഘട്ടത്തിലാണ് തുടങ്ങുന്നത്. പക്ഷെ നമുക്കറിയാം 24 years കഴിയുമ്പോഴാണ് ഈ ബ്രെയിൻ രണ്ടും ഇമോഷണൽ വൈകാരികമായ ഡെവലപ്മെന്റും അതുപോലെ തന്നെ ബുദ്ധിപരമായ ഡെവലപ്മെന്റും മെച്യൂർ ആകുന്ന ഒരു ടൈം. നമ്മൾ നമുക്ക് ബോധം ഉണ്ടായി അല്ലെങ്കിൽ വകതിരിവുണ്ടായി എന്നൊക്കെ പറയുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അത് ആ സമയത്ത് ഇങ്ങനെയുള്ള നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ ആണല്ലേ നമ്മുടെ മാരേജ് എന്ന് പറയുന്നത്. ഒരു പാർട്ട്ണറെ കണ്ടെത്തി ആ പാർട്ട്ണറോടൊത്ത് ജീവിതകാലം മുഴുവനും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അതൊരു ചുമ്മാ ഓടിപ്പോയി ആളെ കല്യാണം കഴിക്കുക എന്നുള്ളതല്ല, വളരെ ആലോചിച്ച് ചെയ്യുന്നത് തന്നെ പലപ്പോഴും പല പ്രശ്നങ്ങളിലേക്കും ചെന്നിപ്പോ എത്താറുണ്ട്. എന്നാലും നമ്മൾ ആ ഒരു കറക്റ്റ് ബുദ്ധിപരമായ ബോധത്തോടു കൂടി എടുക്കേണ്ട ഒരു ഡെസിഷനാണ്, ബാക്കിയുള്ള ആളുകളുടെ സപ്പോർട്ടോട് കൂടിയിട്ട്. അങ്ങനെ ആ ഒരു പാർട്ട്ണറെ കണ്ടെത്തുന്നു, ആ പാർട്ട്ണറുമായിട്ട് നല്ല ഒരു സ്ട്രോങ് മാരേജ് ലൈഫ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലി റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ലൈഫിലെ മറ്റ് അച്ചീവ്മെന്റ്സ്, അതായത് കരിയറിലാണെങ്കിലും പിന്നെ വീട് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു പ്രായം. ഡിസിഷൻ മേക്കിംഗ് നല്ല രീതിയിൽ എടുക്കേണ്ട ഒരു പ്രായമാണിത്. മറ്റ് സ്റ്റേജസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഇൻഡിവിജ്വലിനാണ് നല്ല വെൽ ബാലൻസ്ഡ് നല്ല രീതിയിലുള്ള ഒരു ലൈഫ് പിന്നീട് വരുള്ളൂ. കാരണം പല ട്രോമകളും ഉണ്ടാകാം. ചിലത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും, ചിലത് നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ഇതെല്ലാമാണ് ഫ്രോയിഡിന്റെ തിയറി. 5 സ്റ്റേജസ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഓരോ സ്റ്റേജിലും മനുഷ്യൻ ഓരോ കാര്യങ്ങളിൽ പ്ലഷർ കണ്ടെത്തുന്നു, അതാണ് അവരെ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ഒരു പ്ലഷർ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. അത് ഇമോഷൻസ് ആണെങ്കിലും ഫീലിങ്സ് ആണെങ്കിലും അത് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ആളുകൾക്ക് പറ്റണം. അങ്ങനെ വരുമ്പോഴാണ് അവർ പ്രോപ്പർ ആയിട്ട് ഡിസിഷൻ മേക്കിംഗ് എടുത്ത് ലൈഫിൽ സക്സസ് ആകുള്ളൂ എന്നാണ് ഫ്രോയിഡ് ചുരുക്കത്തിൽ പറഞ്ഞു വന്നത്. പക്ഷെ വളരെയധികം വിമർശനങ്ങൾ നേരിട്ടതായിരുന്നു ഫ്രോയിഡിന്റെ തിയറി. ബാക്കിയുള്ളവരുടെ അത്രയും വന്നില്ലെങ്കിൽ പോലും ഫ്രോയിഡിന്റെ തിയറി വളരെയധികം വിമർശനങ്ങൾ നേരിട്ടു. ഡൈജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹം സെക്ച്വാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഫ്രോയിഡ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് പറഞ്ഞത്. അത് ഒന്നാമത്തെ കാര്യം. അതുകൂടാതെ അദ്ദേഹം ജനറലൈസ് ചെയ്ത് പറഞ്ഞില്ല. അതായത് അദ്ദേഹം കൂടുതലും മെയിലിനെ മാത്രം, പുരുഷന്മാരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതേസമയം 2 കാറ്റഗറി മാത്രമല്ല, മെയിൽ ഫീമെയിൽ മാത്രമല്ല, അതർ ജെൻഡേഴ്സും ഉണ്ട്. അപ്പൊ അങ്ങനെ ജനറൽ ആയിട്ട് അദ്ദേഹം ഇതിനെ പറഞ്ഞില്ല എന്ന് ഒരു വിമർശനമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒന്നും സയന്റിഫിക് ആയിട്ട് ആളുകൾ അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം എക്സ്പീരിയൻസ് ബേസ്ഡ് അല്ല. അദ്ദേഹം ഇതെല്ലാം പഠിച്ച് റിസർച്ച് ചെയ്ത് എക്സ്പെരിമെന്റ് പോലെ ചെയ്ത റിസൾട്ട് കണ്ടെത്തി അങ്ങനെയൊന്നുമല്ല ഫ്രോയിഡ് ഈ ഒബ്സർവേഷൻസ് പറഞ്ഞത്. ഇദ്ദേഹം ഒരു സൈക്കോ അനാലിസ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സൈക്കോ അനാലിസിന്റെ ഫാദർ ആണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. ഇദ്ദേഹം
അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന ആളുകൾ പ്രശ്നങ്ങൾ പറയാനായിട്ട് വരുമല്ലോ, മനസ്സ് തളർന്ന ആളുകൾ പ്രശ്നങ്ങൾ പറയാനായിട്ട് വരുമ്പോൾ ഇവരുടെ കഥകൾ മുഴുവനും ഇവര് ഡേറ്റ കളക്ട് ചെയ്ത് വെക്കും. ആ കേസ് ഹിസ്റ്ററിയെ ബേസ് ചെയ്തിട്ടാണ് ഫ്രോയിഡ് ഈ ഒരു സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയത്. അത് തന്നെ ശരിയല്ല എന്നാണ് ക്രിട്ടിസൈസ് ചെയ്തത്. കാരണം അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള സ്റ്റഡി ഒന്നും നടത്തിയില്ല. വന്ന കേസുകളെ ബേസ് ചെയ്ത് കിട്ടിയ ഒബ്സർവേഷൻ വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഡെവലപ്മെന്റ് സ്റ്റേജസ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് ഫ്രോയിഡിന്റെ തിയറിയിൽ പറയുന്നത്. നിങ്ങളിത് മുഴുവൻ കാണാതെ പഠിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇത് പോയിന്റ്സ് എഴുതി വെക്കുക. കാരണം നമുക്കൊരു കുട്ടീനെ വളർന്നു വരുമ്പോൾ എന്തെല്ലാം ചേഞ്ചസ് ആ കുട്ടിയുടെ ഡെവലപ്മെന്റില്, കുട്ടിക്ക് മാനസികമായിട്ട് എന്തെല്ലാം ചേഞ്ചസ് ഉണ്ടാകുന്നു, ശാരീരികമായിട്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ഇതെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. അത്രയേ ഉള്ളൂ. അല്ലാതെ ഓരോ സ്റ്റേജിലും ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെ നമ്മൾ ഭയങ്കര സ്റ്റഡി ഒന്നും ചെയ്യണ്ട. പക്ഷെ കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. പലതവണ നമ്മൾ ഈ പോയിന്റ്സിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കറക്റ്റ് എറിക്സൺ എന്ത് പറഞ്ഞു, ജീൻ പിയാജെ എന്ത് പറഞ്ഞു, സിഗ്മണ്ട് ഫ്രോയിഡ് എന്ത് പറഞ്ഞു, അതുപോലെ വിറ്റോസ്കിയുടെ എന്തായിരുന്നു, ബ്രൂണർ എന്താണ് പറഞ്ഞത്, ഇവരുടെ എല്ലാം നമുക്ക് കമ്പയർ ചെയ്യാനും എല്ലാം നമുക്ക് പറ്റും. ബ്രൂണറും പിയാജെയും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് ആയിട്ട് പറഞ്ഞു. സിഗ്മണ്ട് ഫ്രോയിഡ് അത് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ 5 സ്റ്റേജസ് ആയിട്ട് പറഞ്ഞു. എറിക്സൺ അതിനെ 8 സ്റ്റേജ് ആയിട്ട് ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവൻ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ 8 സ്റ്റേജ് ആയിട്ട് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ആളുകൾ സ്റ്റഡി ചെയ്തത് എറിക്സന്റെ സ്റ്റേജസ് ആണ്. കാരണം അത് കുറച്ചുകൂടി സയന്റിഫിക് ആയിരുന്നു. ഓക്കെ, അദ്ദേഹം അത്രയും സ്റ്റഡി ചെയ്തിട്ടാണ് ആ സ്റ്റേജസിനെ പറ്റി ചെയ്തത്. വിറ്റോസ്കി പറഞ്ഞത് സോഷ്യോ കൾച്ചറൽ തിയറി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എറിക്സൺ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു. വെഗ്ഡോസ്കി അത് സോഷ്യോ കൾച്ചറൽ തിയറി എന്ന് പറഞ്ഞു. കാരണം സോഷ്യലൈസ് ചെയ്യുന്നതും ജീവിക്കുന്ന സറൗണ്ടിങ്സുമാണ് ഒരു മനുഷ്യനെ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ഏറെക്കുറെ ശരി തന്നെയാണ് അല്ലെ. വളരെ 1 or 2 അല്ലാത്തതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്ത് സാഹചര്യങ്ങളുമാണെങ്കിലും അതിനോട് പൊരുതി അങ്ങനെ വളർന്നു വന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ ചുരുക്കം ആളുകളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഏതൊരു കുട്ടിയുടെയും സ്വഭാവ രൂപീകരണമാണെങ്കിലും ബുദ്ധിവികാസമാണെങ്കിലും ആ കുട്ടി വളരുന്ന സാഹചര്യവും സോഷ്യലൈസ് മിങ്കിൾ ചെയ്യുന്ന ആളുകളും എല്ലാമായിട്ട് കണക്റ്റഡ് തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. ഇത്രയും ആണ് അഡീഷണൽ ആയിട്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞത്. ഇവരുടെ പേരുകളൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് ആ ഒരു ചാപ്റ്ററിൽ. പക്ഷെ നമ്മൾ അറിഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും. കാരണം നാളെ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോയി തുടങ്ങുമ്പോഴേക്കും കുട്ടികളെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവരുടെ രീതികൾ കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്ക് ഇടപെടൽ നല്ല രീതിയിൽ നടത്താനായിട്ട് പറ്റും. ഓക്കെ, ഇനി ബാക്ക് ടു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഓക്കെ അല്ലെ? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിലാണ് അത് സ്റ്റാർട്ട് ചെയ്യണമെന്നാണല്ലോ പറഞ്ഞത്. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? യു ക്യാൻ ഷെയർ യുവർ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് കുട്ടികളിൽ എന്തെങ്കിലും കണ്ടിട്ടുള്ളത് പറയാൻ പറ്റുന്നതാണെങ്കിൽ ഷെയർ ചെയ്യാം. മാം 2 റെക്കോർഡും ചെയ്തിട്ടുണ്ട്. 2 റെക്കോർഡ് ചെയ്തോ? ഏതൊക്കെയാ? ഫസ്റ്റും 4th കളക്ഷനും കിഡ്സ് ആക്ടിവിറ്റി. ഇങ്ങനെ എത്ര റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തന്നു? 2 2 തന്നിട്ടുള്ളൂ. അതെ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ലെസൺ തീരുമ്പോ എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കണം. അടുത്ത റെക്കോർഡ്സിന്റെ തരാം. എല്ലാവരും 2 റെക്കോർഡൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായോ? എല്ലാം ഒരെണ്ണം ഫിനിഷായി, മറ്റേത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എങ്ങനെയുണ്ട്? രസല്ലേ? ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇൻട്രസ്റ്റിംഗ് ആണ് ചെയ്യുമ്പോ. ടഫായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ? നമുക്ക് കുറെ ഐഡിയാസ് നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ടോ? ഇതും കൂടെയൊക്കെ ചെയ്യാം. അങ്ങനെ പറഞ്ഞത് മാത്രല്ലാതെ എനിക്ക് ഇങ്ങനെ തോന്നുന്നു അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? പക്ഷെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ആകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇല്ലേ, അങ്ങനെ തോന്നുന്നില്ലേ? ഇതും കൂടെ ആഡ് ചെയ്താൽ നന്നായിരിക്കും, ഇത് കുട്ടികൾക്ക് ചെയ്യാൻ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചിലത് തോന്നില്ലേ? അത് തോന്നുന്നത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. അത് ഇത് അങ്ങനെയാണ്, ഇതിനെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് ആ റെക്കോർഡിലേക്ക് ഫില്ല് ചെയ്യാം, അത് ചേർക്കാം. സ്കൂളിലൊക്കെ പോകുമ്പോഴേക്കും നന്നായിരിക്കും അത് ചെയ്യിക്കുവാണെങ്കിൽ. അത്
അപ്പൊ നമ്മുടെ ക്രിയേറ്റിവിറ്റി കണ്ട് എത്രയും ഏജ് ആയാലും നമ്മളും ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇതുവരെയും ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാതെ ഇരുന്നത്? നമ്മളൊന്നും ആക്ഷൻസ് എടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ തോട്ട്സും ഡെവലപ്പ് ആകും. നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അതെ മാം, എനിക്ക് വരയ്ക്കാൻ പറ്റും പോലും വിചാരിച്ചല്ല, പക്ഷെ ഇപ്പൊ എനിക്ക് കുറെ വരയ്ക്കാനൊക്കെ പറ്റി. നമ്മൾ ചിന്തിച്ച് നോക്കും ഇത് ഇങ്ങനെ ചെയ്താൽ എങ്ങനെയായിരിക്കും ഇതൊക്കെ. ഞാൻ പറഞ്ഞ നമ്മളപ്പം ചിന്തിക്കും കുറച്ചുകൂടെ ഭംഗിയാക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, കുഞ്ഞുങ്ങളിൽ എന്തോരം പൊട്ടൻഷ്യൽ ഉണ്ടാവും. അപ്പൊ അവര് എന്തൊക്കെ രീതിയിൽ അവരുടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അതിനുള്ള അവസരം, ഒരു സ്പേസും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. വീട്ടില് മോനും മോളും വരയ്ക്കും. വരയ്ക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് മോളിങ്ങനെ പിക്ചർ നോക്കി വരയ്ക്കും. അതിന് റെഫറൻസ് വേണം. കുറേ സമയം എടുത്ത് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് മാറ്റാനുള്ളതൊക്കെ മാച്ച്, അങ്ങനെയൊക്കെ ലാസ്റ്റ് അത് ഒരു പെർഫെക്ഷനിലേക്ക് ആള് കൊണ്ടുവരും. മോൻ എങ്ങനെയാന്ന് വെച്ചാൽ ഒറ്റ വരയാണ്, അവിടെ മാറ്റലൊന്നുമില്ല. ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിക്ചർ തീരുന്ന വരെയും കൈ അനക്കില്ല, ഒറ്റ വരയാണ്. അപ്പൊ രണ്ടുപേരുടെയും ആ ഒരു സ്കില്ല് ഡിഫറെന്റ് ആവും. മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം വരയ്ക്കാൻ അങ്ങനെ അവർക്ക് അറിയില്ല. ഒരു പിക്ചർ നോക്കി വരയ്ക്കാൻ, അല്ലെങ്കിൽ ടിവിയിൽ ഏതെങ്കിലും കാർട്ടൂൺ ക്യാരക്ടർ ഇങ്ങനെ കാണുമ്പോൾ അത് പേപ്പറിലേക്ക് വരയ്ക്കുക, അങ്ങനെ അറിയുള്ളൂ. പക്ഷെ മോൾ അത് വരയ്ക്കുമ്പോൾ അവളത് ഷെയ്ഡ് ചെയ്ത് മാറ്റേണ്ടടുത്ത് മാച്ച് അങ്ങനെ ഫിനിഷ് ചെയ്യാനായിട്ട് കുറെ ഇങ്ങനെ കാര്യങ്ങള് സ്റ്റെപ്സ് എടുക്കും. പക്ഷെ മോൻ വരയ്ക്കുമ്പോൾ അവനവിടെ മായ്ക്കലൊന്നുമില്ല, ഒറ്റ വരയാണ്. പക്ഷെ അത് കറക്റ്റും ആയിരിക്കും കേട്ടോ. അതാണ്, പല കുട്ടികളും പല രീതിയിലാണ്, യുണീക്കാണ്. കുട്ടികളിൽ ആ ഒരു സ്കില്ലും ടാലന്റും കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ബാക്കിയൊക്കെ കുട്ടികളൊക്കെ ചെയ്തോളൂ. ഓക്കെ, നമുക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ബാക്കിയുള്ള പോർഷൻസിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് മനുഷ്യന്റെ ബുദ്ധിപരമായ വളർച്ച തന്നെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായിട്ട് കണക്ട് ചെയ്യുന്നത്. നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവ്, അത് ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് കിട്ടുള്ളൂ. മെന്റലി ചലഞ്ചർ ആയിട്ടുള്ള കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വളരെ ലോ ആയിരിക്കും. അവർക്ക് ആ തോട്ട് നോർമൽ ആളുകളെ പോലെ ശരിയായ രീതിയിൽ വരില്ല. അതുകൊണ്ടാണ് അവരുടെ ലാംഗ്വേജ് ലോ ആകുന്നത്, അവരുടെ മൂവ്മെന്റിൽ ചെറിയ ഡിഫോർമേഷൻ കാണുന്നത്, അവരുടെ മസിൽസിന്റെ ഡെവലപ്മെന്റിൽ ഡിഫോർമേഷൻ കാണുന്നത്. അവർക്ക് പ്രോപ്പർ ആയിട്ട് പേന പിടിക്കാൻ പറ്റാതിരിക്കുക, അതൊക്കെ മസിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. മസിൽ ഡെവലപ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് പ്രോപ്പർ ആയിട്ട് എന്തെങ്കിലും ഹോൾഡ് ചെയ്യാനോ കുറെ സമയം പിടിച്ചുകൊണ്ട് നിൽക്കാനോ ക്യാരി ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പിന്നെ അത് സംഭവിക്കുന്നത്. പിന്നെ അവരുടെ ഇമോഷൻസ് നല്ലപോലെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരാൾക്കാണ് ഇമോഷൻസ് ശരിയായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്ന് ആലോചിച്ചു, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലെ ഒരു വ്യത്യാസം ബാക്കി എല്ലാ ഡെവലപ്മെന്റിനെയും ബാധിക്കും. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഒരു റിഫ്ലക്ഷൻ ബാക്കി എല്ലാ ഡെവലപ്മെന്റിലേക്കും വരും അല്ലെ. നല്ല പോലെ ബുദ്ധിപരമായ ഡെവലപ്മെന്റ് പ്രോപ്പറായ ഒരു കുട്ടി നന്നായിട്ട് സംസാരിക്കും, നല്ല പോലെ അതിന്റെ തോട്ട് പ്രോസസ് നടക്കും, അതിന്റെ മൂവ്മെന്റ്സ് കറക്റ്റ് ആയിരിക്കും, അതിന് കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യാൻ നല്ലൊരു സ്കിൽ ഉണ്ടായിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാനും വേർതിരിച്ചു കാണാനും അല്ലെങ്കിൽ എല്ലാം ഒരു കഴിവാണ് ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. കാര്യങ്ങളിലായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞ് ബ്രൂണറുടെ ആ ഒരു സ്റ്റേജസ് പറഞ്ഞു. ബ്രൂണറുടെ പേര് പോലും അതിനകത്ത് പറഞ്ഞിട്ടില്ല, ബട്ട് ടെക്സ്റ്റ് അതൊക്കെ കുറെ കറക്ഷൻസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഞാൻ ഷെയർ ചെയ്യണോ? ടെക്സ്റ്റ് ഉണ്ടോ എല്ലാവരുടെയും കയ്യിൽ? ഓക്കെ അല്ലേ, ഷെയർ ചെയ്യണ്ടല്ലോ. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. ഓക്കെ, നമ്മൾ ഒരു പാർട്ട് 2 ഒക്കെ കഴിയുമ്പോഴേക്കും ഈ നമ്മളിപ്പം നിങ്ങൾ റീഡ് ചെയ്യും, നമ്മൾ അത് എന്നിട്ട് ഡിസ്കസ് ചെയ്യും, അങ്ങനെയല്ലേ ചെയ്യുന്നത്. പാർട്ട് 2 അങ്ങ് കഴിഞ്ഞ് നമ്മുടെ ടേം 1 എക്സാമിനേഷൻ കഴിയുമ്പോഴേക്കും ആ റീഡിംഗ് എന്നുള്ളത് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന രീതി ഞാൻ പറയാം, അത് അങ്ങനെ വേണ്ട ഇത് തന്നെ മതി എന്നാണെങ്കിൽ എന്നോട് പറയണം. അതായത് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഏത് ടോപ്പിക്കാണോ എടുക്കാൻ പറ്റുന്നതിന് അതിനെപ്പറ്റി ഒന്ന് ബ്രീഫ് ചെയ്യും, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പായിട്ട് ആ ഒരു പോർഷൻ വായിച്ചിട്ട് വരാൻ പറയും. എന്നിട്ട് നമ്മൾ വീണ്ടും ക്ലാസ്സിൽ വന്നിട്ട് അത്
ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും, റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം പാർട്ട് 3 എന്ന് പറയുന്നത് കോർ ടോപ്പിക് ആണ്. നമ്മുടെ എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്, പക്ഷെ പാർട്ട് 3യിലാണ് മോണ്ടിസോറി തിയറി, മെത്തേഡ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് വരുന്നത്. അപ്പൊ അത് ചെയ്യുന്നതിന്റെ പാരലലി തന്നെ പ്രാക്ടിക്കൽസും തുടങ്ങും. അത് ഓൺലൈനായിട്ട് ഡെമോ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ 20 ബാച്ചിന് ഈ ഒരു മന്ത് ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബബ്ലി ഓഗസ്റ്റ് പകുതി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് ഓൺലൈനായിട്ട് ആദ്യം ചെയ്യും. അത് കഴിഞ്ഞിട്ട് നേരിട്ട് വന്നിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യവും ചെയ്തു തരും. താല്പര്യമുള്ളവർക്ക് പറ്റുന്നവരെട്ടോ, നിർബന്ധമല്ല അത്. എന്നത് കുട്ടികളുടെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു, ഞങ്ങൾക്ക് നേരിട്ട് വന്ന് ചെയ്യാതാ നന്നായിരിക്കുന്നത്. ഫസ്റ്റ് ബാച്ച് തുടങ്ങിയുള്ള ഒരു റിക്വസ്റ്റ് കാരണം ഫസ്റ്റ് ബാച്ച് തുടങ്ങി നമ്മൾ എല്ലാ ബാച്ചും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഡേറ്റ് പിന്നീട് അറിയിക്കാം. അതിന് മുമ്പ് ഡെമോ തുടങ്ങും. അപ്പൊ ഇത് നടക്കുന്ന ടൈമിലെല്ലാം നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോവുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ കുറെ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ? എന്തൊക്കെ ഉണ്ടാക്കി എല്ലാരും? എന്തൊക്കെ ചെയ്തു? സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഉണ്ടാക്കി, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഉണ്ടാക്കി. പിന്നെ നമ്പർ വീലും പിക്ചർ വീലും ചെയ്തിട്ടുണ്ട്. ടാസ്ക് ചെയ്തു. സ്പോഞ്ച് വെച്ചുള്ള സോക്സ് ഇത് ചെയ്തു. സോക്സ് വെച്ചുള്ള കുറച്ച് പെൻഡിങ് ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. നല്ല രസമായിട്ട് നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. പോകാനായിട്ട് റെഡി ആയിരിക്കുന്നവരെട്ടോ, പറ്റുന്നവര്. പിന്നെ കുറേ ബാച്ചിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, നിർബന്ധമാണോ എന്നങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അത് ശരിക്കും നമ്മൾ റെഗുലർ കോഴ്സ് ചെയ്യുമ്പോൾ ഇത് കമ്പൽസറി തന്നെയാണ്. ടീച്ചിങ് പ്രാക്ടീസിന് പോയേ പറ്റൂ. കാരണം റെഗുലർ കോഴ്സ് എന്ന് പറയുമ്പോൾ രാവിലെ അവിടെ പോകുന്നു, വൈകിട്ട് വരുന്നു അല്ലെ. അപ്പം ഞങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 15 days ക്ലാസ് ഉണ്ടാവില്ല. എല്ലാരും ആ 15 days തന്നെ ടീച്ചിങ് പ്രാക്ടീസിന് പോകണം. അപ്പൊ അത് റെഗുലർ ചിലർ പറഞ്ഞു ട്രെയിനിങ്ങിന് ഇപ്പോൾ ചോദിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ അവരെ സിലബസ് തന്നെ പഠിപ്പിച്ച് ഇതാക്കണം. നമ്മൾ ഈ ചെയ്യുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടൊന്നും ഇതാക്കാൻ വിടൂല. അവരെ സിലബസ് മനസ്സിൽ നമ്മൾ ചെല്ലുന്ന സ്കൂളിലെ ആ മാനേജ്മെന്റിനെ അല്ലെങ്കിൽ അവരുടെ രീതിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർക്ക് വളരെ താല്പര്യമാണ് മോണ്ടിസോറി മെത്തേഡ്. മോണ്ടിസോറി പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അവർ ഇങ്ങോട്ട് ആവശ്യപ്പെടും, ഒന്ന് വരാമോ, ഞങ്ങൾ ചെയ്തു തരാമോ എന്ന്. കുറെ അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവര് പറയും മെറ്റീരിയൽസ് ഒക്കെ കാണുമ്പോൾ ഇവര് പറയും ഞങ്ങൾക്ക് തന്നിട്ട് പോകാമോ എന്ന് ചോദിക്കും. അങ്ങനെ നമ്മുടെ ബാച്ചിലറിൽ പല കുട്ടികളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടിയോട് അവിടുത്തെ 4ാം ക്ലാസ് വരെയുള്ള സ്കൂളായിരുന്നു. ടീച്ചർ ചോദിച്ചു എനിക്ക് ഇതെല്ലാം ഒരു സെറ്റ് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ അത് ഒരു മടിയും കൂടാതെ, കാരണം നല്ലൊരു ടീച്ചിങ് പ്രാക്ടീസ് അനുഭവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു കേട്ടോ. മടി കൂടാതെ ചെയ്തു കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പോ ആ ടീച്ചർ ഒരു കവറിലിട്ട് അതിന്റെ പേയ്മെന്റും കൊടുത്തു കേട്ടോ. അങ്ങനെ നല്ല നല്ല എൻവയോൺമെന്റ് ഉള്ള സ്കൂളുകളും ഉണ്ട്. നമുക്ക് അതൊക്കെ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് തോന്നും. ചിലര് സമ്മതിക്കില്ല, ഞങ്ങൾ പറയുന്ന മാത്രം പഠിപ്പിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞൊരു സ്കൂളില് അവരറിയാതെ നമ്മുടെ മെത്തേഡ് ആ കുട്ടി ചെയ്യിപ്പിച്ചു. കാരണം അവർക്ക് സ്കൂളുകാർക്ക് കുട്ടികളെ അഡീഷൻ പഠിപ്പിക്കണം, സബ്ട്രാക്ഷൻ പഠിപ്പിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കണം. പക്ഷെ അതിന് കുട്ടികളെ പേടിപ്പിക്കണം, തല്ല് കൊടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു സ്കൂളുകാർ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ചെയ്യാനായിട്ട് നമ്മുടെ പിള്ളേർക്കൊന്നും തോന്നില്ലല്ലോ. കാരണം നമ്മൾ കുട്ടികളെ അങ്ങനെ ആ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇതിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പിന്നെ നമ്മുടെ മെത്തേഡിൽ തന്നെ നമ്പേഴ്സും അഡീഷനും കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് കുട്ടികളെല്ലാം നല്ല പോലെ ചെയ്യാൻ തുടങ്ങി. അത് കണ്ട് മാനേജ്മെന്റും HOD HMO ഒക്കെ അവർക്ക് മാറ്റം വന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കുക, ചെല്ലുന്ന സ്ഥലത്ത് അവരെങ്ങനെയാണോ പറയുന്നത്. ഇപ്പൊ EVS പഠിപ്പിക്കണം എന്ന് വിചാരിച്ചു, അവരുടെ അതേ സിലബസ് തന്നെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാമല്ലോ. നമുക്ക് ആക്ഷൻ സോങ്ങിലൂടെ EVSനകത്ത് എന്തൊക്കെ പഠിക്കാനുണ്ടാകാം. ഫ്ലവേഴ്സിനെ കുറിച്ചുണ്ടാവാം, ഡൊമസ്റ്റിക് അനിമൽസിനെ കുറിച്ചുണ്ടാവാം, വൈൽഡ് അനിമൽസിനെ കുറിച്ചുണ്ടാവാം. നമുക്കതൊക്കെ ഒരു പ്ലക്കാർഡിൽ പിക്ചർ ഒട്ടിച്ചുകൊണ്ട് കൊണ്ടുപോയി ഒരു റൈമിലൂടെ പഠിപ്പിച്ചൂടെ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ സോങ്ങിലൂടെ പഠിപ്പിച്ചൂടെ, അല്ലെങ്കിൽ ഒരു കഥ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ പഠിപ്പിച്ചൂടെ. അങ്ങനെയൊക്കെ ചെയ്യാലോ. നമ്മളാണ് ക്രിയേറ്റീവ് ആയിട്ട് എങ്ങനെ കുട്ടികളുടെ മുന്നിൽ കാര്യം കുട്ടികളെ പഠിപ്പിക്കുക, ഡൊമസ്റ്റിക് അനിമൽസിനെ കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ളതായിരിക്കാം നമ്മുടെ കിട്ടിയേക്കണ ജോലി. അപ്പൊ അതെങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അതൊക്കെ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്തോളൂ.
മാക്സിമം ആ ടീച്ചിങ് പ്രാക്ടീസിന്റെ ടൈം യൂസ് ചെയ്യാം. അപ്പൊ ആ ടൈമിൽ പോകുന്നതിന് മുമ്പ് പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ഒക്കെ റെഡിയാക്കി വെക്കുക. ആ സമയമാകുമ്പോഴേക്കും ഞാനിപ്പോ പാർട്ട് 3 മോണ്ടിസോറിയുടെ മെത്തേഡൊക്കെ മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ആദ്യത്തെ ചാപ്റ്ററുകളിലൊക്കെ എടുത്തിട്ടുള്ളത്. എന്നാലും പാർട്ട് 3 എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് മോണ്ടിസോറി മെത്തേഡ് എന്നുള്ളത്, നല്ലൊരു ഐഡിയ കിട്ടും. ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക്. മാം ഈ പ്രാക്ടിക്കൽസ് ഓൺലൈൻ വഴി കാണുമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അത് എത്ര ദിവസത്തെ ക്ലാസ് ആയിരിക്കും? അത് ഡിപ്പെൻസ്. കാരണം ടീച്ചേഴ്സ് പലരുമായിരിക്കും എടുക്കുന്നത്. നമുക്കിപ്പോ റെഗുലർ ക്ലാസ് ഇപ്പൊ 1:30 ടൈം അല്ലേ. അപ്പം ടീച്ചർമാരല്ലാത്ത സമയത്ത് നിങ്ങളുടെ ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം ഇപ്പൊ രാവിലെ 10 തുടങ്ങി 12 വരെ അത് ടൈം പറയുന്നത് ഇപ്പൊ എനിക്കത് പറയാനായിട്ട് പറ്റില്ല. കാരണം ആ ഒരു എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടൈമില് ഏത് ടീച്ചറാണോ ഫ്രീ ആയിട്ടുള്ളത് അങ്ങനെയുള്ളത്. ആ പ്രാക്ടിക്കൽസ് തുടങ്ങാറാവുമ്പോഴേക്കും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡ്യൂൾ 3 എടുക്കുക. മോഡ്യൂൾ 3യുടെ ടെക്സ്റ്റിന്റെ ഭാഗം ഉണ്ടാവുമല്ലോ, അതെടുത്തിട്ട് ഓരോ പോർഷൻസ് ആയിട്ട് ഒന്ന് വായിച്ചു നോക്കുക. അതിൽ നിറയെ ഡെമോൺസ്ട്രേഷൻസും ആക്ടിവിറ്റീസും ആണ്. അതായത് പറഞ്ഞു തോന്നുന്നു ക്ലാസ്സിൽ ഇങ്ങനെ വാട്ടർ പോറിങ്, പിന്നെ പൾസസ് ഇങ്ങനെ ഒരു ബൗളിൽ നിന്ന് മറ്റൊരു ബൗളിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ കണ്ടെയ്നറിലേക്ക് ഫില്ല് ചെയ്യുക, അങ്ങനെയൊക്കെ. പിന്നെ പെഗ്ഗിങ്, ക്ലോത്ത് ക്ലിപ്സ് ഒക്കെ ഇങ്ങനെ ചെയ്യിക്കുന്ന കുട്ടികളുടെ ഈ വിരലിന് നല്ലപോലെ ഡെവലപ്പ് ആകുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യിക്കുക. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ മോണ്ടിസോറി സ്കൂളിന്റെ എൻവയോൺമെന്റ് എങ്ങനെയാണ്, അവിടെ കുട്ടികൾക്ക് എന്തെല്ലാം വാല്യൂസ് കിട്ടുന്നു, അത് ഓൾറെഡി നമ്മൾ തിയറിയിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതിന്റെ ഒരു ചുരുങ്ങിയ രൂപമാണ് നിങ്ങൾ 5ാമത്തെ റെക്കോർഡിൽ എഴുതി വെക്കുന്നത്. PDF ഷെയർ ചെയ്തിട്ടില്ലേ റെക്കോർഡിന്റെ, അതിലുള്ളത് ഈ 3rd മോഡ്യൂളിന്റെ ഒരു ബ്രീഫിംഗ് ആണുള്ളത്. കാരണം ഓൾറെഡി നമുക്ക് ടെക്സ്റ്റിന്റെ 3rd മോഡ്യൂൾ അവൈലബിൾ ആണ്. അത് മുഴുവനും കൂടെ എഴുതി വെക്കട്ടല്ലോ. വളരെ ആവശ്യമുള്ള കാര്യം മാത്രം ബ്രീഫ് ചെയ്ത് കറക്റ്റ് ചെയ്ത് സിമ്പിൾ ആയിട്ടാണ് ആ ഡീറ്റെയിൽസ് PDF തന്നിരിക്കുന്നത്. പിന്നെ ഓരോ മെറ്റീരിയൽസിനെ കുറിച്ചും പറയുന്നുണ്ട്. മാം പ്രാക്ടിക്കൽ സെക്ഷൻ കഴിഞ്ഞിട്ടാണോ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോവേണ്ടത്? അതിന്റെ ഒപ്പം പാരലായി പോയാലും കുഴപ്പമൊന്നുമില്ല. കഴിയാൻ നോക്കി കാരണം നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഓണം വരാറായി. സ്കൂളുകളിൽ പലപ്പോഴും ഓണം എക്സാം ആയിരിക്കും ചില സ്കൂളുകളിൽ. അപ്പം എക്സാമിന്റെ ടൈം ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. കാരണം എക്സാം ടൈം ആണെങ്കിൽ നമുക്ക് എക്സാം ഡ്യൂട്ടി മാത്രമേ കിട്ടുള്ളൂ. കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാവില്ല. പിന്നെ ഓണം സെലിബ്രേഷൻ, ഓണം വെക്കേഷൻ അങ്ങനെ പോകും. ഓണം വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഉടനെയാണെങ്കിൽ നല്ലതായിരിക്കും. ചില സ്കൂളുകളിൽ CBSE സ്കൂളിലൊക്കെ ചിലപ്പോൾ ഓണം കഴിഞ്ഞിട്ടായിരിക്കും എക്സാം. അപ്പൊ അതൊക്കെ നോക്കുക. എക്സാമിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒന്നുമില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ എക്സാം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ടാവുമ്പോൾ ചിലപ്പോൾ സ്കൂളുകാർ റിവിഷൻ കൊടുത്തോ അങ്ങനെ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും കൂടെ അന്വേഷിക്കുക. പിന്നെ വീണ്ടും ലേറ്റ് ആക്കരുത്. ഡിസംബർ സമയത്ത് ആകുമ്പോഴേക്കും വീണ്ടും ക്രിസ്മസിന്റെ കാര്യങ്ങൾ വരും. അല്ലെങ്കിൽ ആനുവൽ ഡേയുടെ പ്രാക്ടീസ് മാസങ്ങളൊക്കെയാണ് ചില സ്കൂളുകളിൽ ആനുവൽ ഡേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത്. അത്രയ്ക്ക് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടാണല്ലോ നടക്കുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ നമ്മൾക്ക് പിന്നെ ചിലപ്പോൾ ഡാൻസ് പഠിപ്പിക്കാനും അതൊക്കെ നമുക്ക് നടക്കുള്ളൂ. അതൊക്കെ പിന്നെ ഫൈനൽ എക്സാം ആയി. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. നമ്മുടെ ക്ലാസ് കഴിയാൻ നോക്കിക്കണ്ട, അതിന്റെ ഒപ്പം പാരലായിട്ട് നിങ്ങൾ തന്നെ പോവുക. റെക്കോർഡ് ക്ലാസ് കണ്ടാൽ മതി. അപ്പൊ നമുക്ക് അവിടെ ചെന്ന് പറയേണ്ട കാര്യങ്ങളും കിട്ടും, നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസും ഉണ്ട്, കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിക്കാനും പറ്റും. അങ്ങനെ നോക്കി ഡേറ്റ് ഫിക്സ് ചെയ്യണ്ട, കറക്റ്റ് ഡേറ്റ് നോക്കുക. പരീക്ഷാ കാലഘട്ടം അല്ലാത്തതും അങ്ങനെയുള്ള സമയം നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. ഓണം കഴിഞ്ഞിട്ട് അടുത്ത ദിവസങ്ങളിൽ പോവാനാ വിചാരിച്ചിരിക്കുന്നത്. ഓണത്തിന്റെ വെക്കേഷൻ കഴിഞ്ഞിട്ട്. ഇനിയിപ്പോ ഓണം എക്സാമിന്റെയും ഓണം സെലിബ്രേഷന്റെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ പരീക്ഷാ ടൈമൊക്കെ. ചില CBSE സ്കൂളിൽ ഓണം കഴിഞ്ഞിട്ടാണ് മാം എക്സാം വരുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് പോവുക. പിന്നെ എത്ര ദിവസം ചെയ്യണം എന്നുള്ള രീതിയിൽ കുട്ടികൾ ചോദിച്ചിരുന്നു. ഞങ്ങൾക്കൊക്കെ 15 days ആണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ റെഗുലർ ക്ലാസ്സും കൂടെ ഒഴിവാക്കിയിട്ടാണല്ലോ ടീച്ചിങ് പ്രാക്ടീസിന് എല്ലാവരും കൂടെ പോകുന്നത്. അപ്പൊ 10 to 15 days ആണ്. പക്ഷെ എന്നെയൊന്നും അത് ബാധിച്ചില്ല. കാരണം ഞാൻ ഹോളിഡേ ബാച്ച് ആയിരുന്നു. സൺഡേസും ഹോളിഡേസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ മൺഡേ ടു ഫ്രൈഡേ എനിക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നത് ക്ലാസ്സിനെ ബാധിച്ചിട്ടില്ല. അല്ലാത്ത റെഗുലർ കുട്ടികൾക്കാണ് അത്. അതുകൊണ്ട് ഞങ്ങളുടെ 10 to 15 days പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് തോന്നുവാണ് ഒരു 10 ദിവസം ചെയ്തപ്പോൾ നമ്മൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നൂലേ, നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്തൊക്കെയോ മനസ്സിലാക്കി എന്നുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ ആ സ്കൂളുകാർ പറയും ഇത്ര ദിവസം ചെയ്യാമോ, അല്ലെങ്കിൽ സ്കൂളുകാർ പറയും 1 മാസേ തരാൻ പറ്റുള്ളൂ. എന്താണോ ആ ഒരു ടൈമിൽ പറയുമ്പോ അവരങ്ങനെ പറയുമ്പോൾ അത്രയും ദിവസമല്ലേ പറ്റുള്ളൂ. പിന്നെ ചില ടീച്ചേഴ്സ് ചില സ്കൂളിലുള്ളവർ പറയും കുറച്ച് ദിവസം കൂടെ നിൽക്കാമോ എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ
കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം. ടീച്ചിങ് പ്രാക്ടീസ് ചെയ്ത കുട്ടികൾക്ക് വേറെ തന്നെ മാർക്ക് ഉണ്ടാ? ടീച്ചിങ് പ്രാക്ടീസ് നമ്മുടെ പ്രാക്ടിക്കൽ സെഷനിൽ 100 മാർക്കാണ്. 100 മാർക്കല്ല 50 മാർക്കാണ് കേട്ടോ ടീച്ചിങ് പ്രാക്ടീസിന്. അപ്പൊ അത് ചെയ്യാൻ പറ്റാത്തവരോ? ചെയ്യാൻ പറ്റാത്തവർക്ക് വൈവ ടൈമില് അവരെ കൊണ്ട് ഡെമോ ക്ലാസ് എടുപ്പിക്കും. ഒന്നുമില്ല, എനിക്കിപ്പോ നടുവിന് ഡിസ്കിന് ചെറിയ പ്രശ്നമുണ്ടേ. അപ്പൊ ബെഡ് റെസ്റ്റ് ആണ് പറഞ്ഞത്. അപ്പൊ കുറച്ച് സമയം ഒരു 10-15 മിനിറ്റെല്ലാം നിൽക്കാൻ പറ്റും. അതിനപ്പുറം നിൽക്കാനും ഇരിക്കാനും പറ്റൂല, ഒരു കിടത്തു തന്നെ. അപ്പൊ പിന്നെ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഓക്കെ ആയാലും പ്രശ്നമില്ല. അല്ലാതെ ഇപ്പൊ ഓണം കഴിഞ്ഞപ്പോ ഇവിടെ നടക്കും. അതിന് ഡിസ്കിന് ചെറിയൊരു ബൾജ്. എവിടെ കാണിച്ചാലും പോകുന്നില്ല, മെല്ലെ മെല്ലെ പോകുന്നാണ് പറയുന്നത്. ആണോ? ഓക്കെ, എന്തായാലും റെസ്റ്റ് എടുക്കൂ. ഇതിനെപ്പറ്റി ഓർത്ത് ബോധർ ചെയ്യണ്ട. നമ്മൾ എന്തായാലും ഇത് കാരണം ഓൾറെഡി കോഴ്സ് ഡിസൈൻ ചെയ്തപ്പോ തന്നെ ഓൺലൈൻ ആണല്ലോ. അപ്പൊ ഓൾറെഡി ജയദേവ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിർബന്ധമില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മൾ ഏതൊരു ടീച്ചിങ് കോഴ്സ് ചെയ്യുമ്പോഴും അത് നമ്മൾ അപ്ലൈ ചെയ്യണമല്ലോ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ എവിടെയെങ്കിലും. അതുകൊണ്ട് ടീച്ചിങ് പ്രാക്ടീസ് ഒരു മസ്റ്റ് ആയിട്ട് തന്നെയാണ്. ഏത് TTC ആണെങ്കിലും BEd ആണെങ്കിലും MEd ആണെങ്കിലും മോണ്ടിസോറി ആണെങ്കിലും ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യണം തന്നെയാണ്. പക്ഷെ നമ്മുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട്, കാരണം പലരും പല സാഹചര്യങ്ങളിൽ നിന്നാണല്ലോ വരുന്നത്. കൊച്ചുകുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ പ്രായമായ ആളുകൾ, സുഖമില്ലാത്തവർ വീട്ടിലുണ്ടാവും. അങ്ങനെ പോകാൻ പറ്റുന്ന സാഹചര്യത്തിലായിരിക്കില്ല. അങ്ങനെ അവരോടൊക്കെ നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ലല്ലോ. പറ്റുന്നവരെന്തായാലും ചെയ്യുക. അല്ലാത്തവർക്ക് ആ മാർക്ക് ഇടാനായിട്ട് നമ്മൾ വൈവ ടൈമിൽ അവരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കും. എന്തോ ഗവൺമെന്റ് സ്കൂളിൽ നമുക്ക് പോകാലോ പ്രാക്ടീസിന്? പോകാം. അപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ നല്ല ഓപ്പർച്യൂണിറ്റിയാ. അവരിപ്പം കറക്റ്റ് മോണ്ടിസോറി മെത്തേഡിൽ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പല പല ഏരിയ ആയിട്ട്, കാരണം മോണ്ടിസോറി മെത്തേഡിൽ അങ്ങനെ തന്നെയാണ് ഓരോ ഏരിയ ആയിട്ടാണ് തിരിച്ചിരിക്കണേ. അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കൂളുകളിലും അങ്ങനെ വർണ്ണക്കൂടാരം എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഭാഷാ ഇടം, ഗണിത ഇടം എന്നൊക്കെ പറഞ്ഞ മലയാളത്തിലാണ്. അങ്ങനെ അങ്ങനെ കുറെ ഏരിയ ആയിട്ട് തിരിച്ചിട്ട് കുറെ ആക്ടിവിറ്റീസ് കുട്ടികൾക്ക്, കുറെ മെറ്റീരിയൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് കുട്ടികൾ പറയണ്ടേ. അതൊക്കെ കണ്ടിട്ടുണ്ട് സ്കൂളിൽ ഇങ്ങനെ കുട്ടികൾ ചെയ്യണത്. അത് നമുക്ക് കുറച്ചുകൂടെ അവസരം അവിടെ ഉണ്ട്. നമ്മളെ അവർ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുന്നുണ്ട് മോണ്ടിസോറി പഠിച്ചതാന്ന് പറയുമ്പോ. പക്ഷെ നമുക്ക് അവിടെ ജോബ് കിട്ടത്തില്ലല്ലോ അവിടെ. ജോബ് KG സെക്ഷനിലൊക്കെ കിട്ടുന്നുണ്ട്. കാരണം അത് PTA-യും സ്റ്റാഫും കൂടെ ഇങ്ങാണ്ട് അവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നത് ചിലയിടങ്ങളിലൊക്കെ. അങ്ങനെയാണ് pre-KG, LKG, UKG എല്ലാം പുറത്തുനിന്ന് ടീച്ചേഴ്സ് വന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ അവരിന്ന് ഫീസ് ഈടാക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ടീച്ചേഴ്സിനെ എടുക്കുന്നുണ്ട് ഗവൺമെന്റില്. അങ്ങനെ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും. കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും. നമ്മളെ ഭയങ്കര കാര്യമാണ് മോണ്ടിസോറി കഴിഞ്ഞാന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാഫിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുറെ കുട്ടികൾ പോയവര് ഷെയർ ചെയ്താട്ടോ. ഓക്കെ അല്ലേ? എന്തായാലും ബാക്കി നമുക്ക് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ക്ലാസ് നമുക്ക് തീർക്കാനായിട്ട് പറ്റും തോന്നുന്നു. ഈ പാർട്ട് 2-ലെ ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് നമുക്ക് ചൈൽഡ് ഡെവലപ്മെന്റ്. ആദ്യത്തെ 5 യൂണിറ്റ് അത് ഓൾമോസ്റ്റ് ഫിനിഷ് ആയോ? ഞാൻ ഈ എടുക്കാനുള്ള പോർഷൻ അല്ലാതെ ബാക്കിയെല്ലാം കഴിഞ്ഞു. ബാക്കി 4 യൂണിറ്റ്സ് കഴിഞ്ഞു. പിന്നെ പറഞ്ഞാൽ മതി. ഓക്കെ, നമുക്ക് എന്താ വേണ്ടി ചെയ്യാം. നിങ്ങൾ ആ ഒബ്സർവേഷൻസ് ഒക്കെ മനസ്സിലാകുന്ന പോലെ ആർക്കെങ്കിലും അത് സിമ്പിൾ ആയിട്ടൊക്കെ ഒന്ന് എഴുതി നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്തു കൊടുക്കൂ. ബാക്കിയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതും ഈ ലിങ്കിലുള്ള ഡേറ്റാസ് പറഞ്ഞാൽ കുറച്ച് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ അത് മുഴുവൻ വായിച്ചാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. ഒന്ന് സിമ്പിൾ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സമയമുള്ളവരൊക്കെ അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വീക്കിൽ കാണാം. Thank you so much. Thank you, ma'am. Thank you, ma'am. Thank you, miss. Thank you, ma'am. Thank you, മാം Miss, thank you, ma'am.